അതെ. ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം ഒരുപക്ഷെ വളരെ പ്രത്യേകതയുള്ള ഒരു ടൈറ്റിലാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. സ്കൂളിൽ പഠിപ്പിക്കാത്ത ചില പാഠങ്ങൾ. ഏതായിരിക്കും ഈ പാഠങ്ങൾ? തീർച്ചയായിട്ടും അത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പാഠമാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്, എന്താണ് പഠിക്കാത്തത്? പക്ഷെ അവിടെയും പഠിപ്പിക്കാത്ത ചില പാഠങ്ങൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ബ്രെയിൻ ഒന്ന് ഉപയോഗിക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. എന്നാലും ജെയിംസ് സാറ് വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഒരു പഠനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾ എല്ലാവരും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്. കോട്ടയം U3യുടെ ഭാഗമായിട്ട് രണ്ടാമത്തെ പ്രോഗ്രാമാണിത്. അതുകൊണ്ട് തന്നെ യങ് ജനറേഷന് വേണ്ടി സീനിയേഴ്സിന് എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, സത്യത്തില് ജനറേഷൻസ് തമ്മിലുള്ള ഗ്യാപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടി U3 യൂണിവേഴ്സിറ്റി ഓഫ് തേർഡ് ഏജിന്റെ MG യൂണിവേഴ്സിറ്റിയുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്. ആ ക്ലാസ്സിലെ കോട്ടയം കുമാരനെല്ലൂർ ഗ്രൂപ്പിലെ അല്ലെങ്കിൽ യൂണിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെമ്പറാണ് ജെയിംസ് സാർ. അതിനേക്കാളൊക്കെ ഉപരി സാർ ഡെപ്യൂട്ടി കളക്ടറായി റിട്ടയർ ചെയ്തു. റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഒത്തിരിയും സ്ഥല സംബന്ധമായ ഒത്തിരി വിഷയങ്ങൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി നല്ലൊരു ട്രെയിനറാണ്. നല്ല സരസമായി സംസാരിക്കും. ഇന്ററാക്റ്റീവ് ക്ലാസ്സുകളാണ് സാറിന് കൂടുതൽ ഇഷ്ടം. ഓക്കെ, സാറിലേക്ക് നമുക്ക് കടന്നു പോകാം. നിങ്ങൾ എല്ലാവരെയും പ്രോഗ്രാമിൽ ക്ഷണിക്കുന്നു. അതോടൊപ്പം നിങ്ങളുടെ പെർമിഷനോടുകൂടി ജെയിംസ് സാറിനെയും. ജെയിംസ് സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാർ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജെയിംസ് ജോസഫ്. ഞാനൊരു ട്രെയിനറാണ്, അതുപോലെ തന്നെ പെൻഷനറാണ്, റിട്ടയർഡ് ലൈഫാണ്. പലർക്കും എന്നെ അറിയാമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഇന്നിവിടെ കൊടുത്തിരിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് വേറെ ആരും ഇതിനു മുമ്പ് പഠിപ്പിച്ചിട്ടുള്ള ഇതല്ല. ഇങ്ങനെ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുത്തില്ല. എൻ്റെ സ്കൂൾ എന്നെ പഠിപ്പിക്കാത്തത് കാര്യങ്ങൾ. ഇതിങ്ങനെ വരാനായിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ ഏതാണ്ടൊരു ഇപ്പൊ എനിക്ക് ഏതാണ്ട് ഒരു 60 വയസ്സ് പ്രായമുണ്ട്. അപ്പോൾ വളരെ ചെറുപ്പത്തിലുള്ള ഒരു ഓർമ്മ എൻ്റെ സ്കൂളിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ എന്നുള്ളത്, സ്കൂളിൽ പോവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് എൻ്റെ വീടും അതുപോലെ തന്നെ എൻ്റെ നാടും അതുപോലെ തന്നെ പരിസരത്തിലുള്ള ആൾക്കാരും ഒക്കെ. വിദ്യാലയത്ത് തൊട്ടടുത്താണ് ഒരു വിദ്യാലയം ഉള്ളത്. അപ്പം അത്രയേറെ ആ സ്കൂൾ ജീവിതമാണ്, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് നേടുന്ന വിദ്യയാണ് ജീവിതത്തിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യമെന്ന് ഒരുപക്ഷെ ചൊല്ലലിൽ കൂടിയും അവരുടെ മറ്റു വീട്ടിൽ ടീച്ചേഴ്സ് ഉണ്ട് ധാരാളം. അപ്പൊ അവരുടെയൊക്കെ ജീവിത രീതിയിൽ കൂടിയൊക്കെ എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ സ്കൂളിൽ അതുപോലെ തന്നെ നിരവധി പഴഞ്ചൊല്ലുകള്, ഏറ്റവും പ്രധാനപ്പെട്ട പഴഞ്ചൊല്ല് എന്ന് പറയുന്ന വിദ്യാധനം സർവധനാൽ പ്രധാനം, എല്ലാ ധനങ്ങളിലും വെച്ച വിദ്യയാണ്, നോളജ് ഈസ് പവർ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ജീവിത പരീക്ഷയിൽ തോക്കാതിരിക്കണമെങ്കിൽ നമ്മൾ വിദ്യ അഭ്യസിച്ചിരിക്കണം. പക്ഷെ പിന്നീട് ഞാൻ കാണുന്ന ഒരു കാഴ്ച, പല വിഷയങ്ങൾക്കും A+ മേടിച്ചവര്, ഉയർന്ന ഒരു മാർക്ക് മേടിച്ചവര് ജീവിത പരീക്ഷയിൽ തോറ്റുപോകുന്ന ഒരു സാഹചര്യം പലപ്പോഴും എന്നെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. ഉയർന്ന മാർക്ക് മേടിച്ച് ഉയർന്ന കോഴ്സുകൾ പാസ്സായി പുറത്തു പോകുന്നിട്ടുള്ള പലരും ജീവിതത്തിൽ തന്നെ തോറ്റുപോകുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ പിന്നീട് നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് പല മഹാന്മാരും അത്തരത്തിലുള്ള കാര്യങ്ങൾ മുൻകൂട്ടി പ്രവചിച്ചുകൊണ്ട് അവർ നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട പല ഉദ്ധരണികളും അവരുടെ ആശയങ്ങളും ഒക്കെ എനിക്ക് കൂടുതൽ ചിന്തിക്കുവാനായിട്ടുള്ള വക നൽകിയിട്ടുണ്ട്. എന്നെ ആദ്യം ഞെട്ടിപ്പിച്ചത് നമ്മുടെ മുൻ രാഷ്ട്രപതിയായ ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. അദ്ദേഹത്തിന്റെ ഒരു കോട്ട് വളരെ പ്രസിദ്ധമാണ്. ദ ബെസ്റ്റ് ബ്രെയിൻസ് ഓഫ് ദ നേഷൻ ക്യാൻ ബി ഫൗണ്ട് ഇൻ ദ ലാസ്റ്റ് ബെഞ്ച് ഓഫ് ദ ക്ലാസ് റൂം. കാരണം എന്നോട് പറഞ്ഞിരിക്കുന്നത് സ്കൂളിലെ ഏറ്റവും മുന്നിലത്തെ ബെഞ്ചിൽ തന്നെ ഇരുന്ന് പഠിക്കണം, നന്നായിട്ട് പഠിക്കണം. പക്ഷെ അത് രാഷ്ട്രപതി പറഞ്ഞത് ദ ബെസ്റ്റ് ബ്രെയിൻസ് ഓഫ് ദ നേഷൻ ക്യാൻ ബി ഫൗണ്ട് ഇൻ ദ ലാസ്റ്റ് ബെഞ്ച് ഓഫ് ദ ക്ലാസ് റൂം. മഹത്വവും വിജയവും എല്ലാം ലാസ്റ്റ് ബെഞ്ചിൽ അദ്ദേഹം കൊടുത്തു. പിന്നീട് എന്നെ ഞെട്ടിപ്പിച്ച അല്ലെങ്കിൽ ചിന്തിപ്പിച്ച മറ്റൊരു ഉദ്ധരണി എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിന്റെ സ്ഥാപകനായിട്ടുള്ള സാക്ഷാൽ ബിൽ ഗേറ്റ്സിൻ്റെതാണ്. ബിൽ ഗേറ്റ്സ് പറഞ്ഞ കോട്ട് ഇതാണ്:
I failed in some subjects, and my friend passed in all, and he's an engineer in Microsoft, and I am the owner of Microsoft. എന്റെ കൂട്ടുകാരൻ, ഞാൻ ചില വിഷയങ്ങളിലൊക്കെ ഒത്തിരി വിഷയങ്ങളിൽ ഞാൻ തോറ്റിട്ടുണ്ട്. എന്റെ കൂട്ടുകാരൻ നിരവധി വിഷയങ്ങളിൽ ജയിച്ചു A+ മേടിച്ചു പാസ്സായി. അവൻ അങ്ങനെ മൈക്രോസോഫ്റ്റിന്റെ ഒരു എഞ്ചിനീയറായി. പക്ഷെ ഞാൻ ഇപ്പോൾ മൈക്രോസോഫ്റ്റിന്റെ ഓണറാണ്. ഞാൻ ഈ മഹാന്മാരുടെ ജീവിതത്തിലേക്കൊക്കെ കടക്കുന്നതിനേക്കാളൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് മുന്നോട്ട് നോക്കുമ്പോഴാണ് ഈ അടുത്ത കാലത്ത് ഒരു വീഡിയോ ഞാൻ കണ്ടു. അതൊരു പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനമാണ്. ഇപ്പം നിങ്ങളൊരു പക്ഷെ ആ വീഡിയോ കണ്ടു കാണും. ഒരു വൈദിക, അതിൽ ആ 40 വർഷം മുമ്പുള്ള SSLC ബാച്ച് ഒരു സ്കൂളിൽ ഒന്നിച്ചു. അവർക്കിപ്പോ ഏതാണ്ട് ഒരു 56 വയസ്സ്, ഏതാണ്ട് റിട്ടയർമെന്റിനോട് അടുത്തവരും റിട്ടയർ ചെയ്തവരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അത് ലീഡറായിട്ട് വന്നത്, ആ മീറ്റിംഗിൽ ലീഡറായിട്ട് വന്നത് ഒരു വൈദികനാണ്. ഒരുപക്ഷെ വീഡിയോ ഇപ്പോഴും യൂട്യൂബിലുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ചെറുപ്പത്തിലെ തന്നെ വിദ്യയുടെ പ്രാധാന്യം ഞങ്ങൾ അറിഞ്ഞിരുന്നു. സ്കൂളിൽ നിന്നുള്ള വിദ്യ, സ്കൂൾ വിദ്യാഭ്യാസം, അക്കാഡമിക് എഡ്യൂക്കേഷൻ, അതിന്റെ പ്രാധാന്യം ഞങ്ങൾ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് പഠിച്ചു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന പലരും ഇന്ന് വളരെയേറെ ഉന്നത സ്ഥാനങ്ങളിൽ നിൽക്കുന്നവരാണ്. അല്ലെങ്കിൽ അതിൽ നിന്ന് റിട്ടയർ ചെയ്തവരാണ്. പക്ഷേ അവിടെ എന്താ പറഞ്ഞ, നരച്ച മുടിയുള്ള ഒരാളെ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അയാൾ ഏത് പദവിയാണ് വഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ട് അദ്ദേഹത്തോട് സംസാരിക്കാനും കഴിഞ്ഞില്ല. പക്ഷെ പിന്നീട് ഞാൻ എന്റെ സുഹൃത്തിനോട് ചോദിച്ചു, നരച്ച മുടിയുള്ള ആളാണ് ആ കൂട്ടത്തിൽ വന്നിരുന്ന, ആ സദസ്സിൽ വന്നിരിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥിയായിട്ട് ആ നരച്ച മുടിയുള്ള വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛന് കാര്യം മനസ്സിലായി. ആ ക്ലാസ്സിൽ ഏറ്റവും ഉഴപ്പനായിരുന്ന അഹമ്മദായിരുന്നു. പക്ഷെ അഹമ്മദിനോട് സംസാരിക്കുവാനായിട്ട് അച്ഛന് കഴിഞ്ഞില്ല. ഒരുപക്ഷെ നിങ്ങൾ ആ വീഡിയോ പലരും കണ്ടു കാണുമെന്ന് ഞാൻ കരുതുന്നുണ്ട്. പക്ഷെ പിന്നീട് ഓരോരുത്തരും അവരവരുടെ ലൈഫ് എക്സ്പീരിയൻസ് പറയുന്നു. അവസാനം അഹമ്മദിക്ക വരുന്നു. അഹമ്മദിക്കയുടെ കയ്യിൽ എനിക്ക് തോന്നുന്നു കയ്യിലൊരു താക്കോലും ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള മുന്തിയനം കാറിന്റെ താക്കോലും ഒക്കെ പിടിച്ചോണ്ടാണ് അദ്ദേഹം സദസ്സിലേക്ക് വരുന്നത്. ഇപ്പൊ പറഞ്ഞു, ഞാൻ ക്ലാസ്സിൽ ഏറ്റവും ഉഴപ്പൻ, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ആണ് പിന്നീട് അദ്ദേഹം പറയുന്നത്. അച്ഛൻ എന്നെ മനസ്സിലായിട്ടില്ല, കാരണം അച്ഛൻ എന്നും ഫ്രണ്ട് ബെഞ്ചിലായിരുന്ന ആളാണ്. പക്ഷെ എനിക്ക് പലപ്പോഴും ക്ലാസ്സിൽ ഒന്നുകിൽ ഞാൻ ബാക്ക് ബെഞ്ചിലായിരിക്കും, അല്ലെങ്കിൽ ക്ലാസ്സിന് പുറത്തായിരിക്കും. കാരണം എനിക്ക് ക്ലാസ്സിൽ പലപ്പോഴും വരാൻ കഴിഞ്ഞില്ല. കാരണം വീട്ടിൽ എന്നെ അങ്ങനെ പഠിപ്പിച്ച് ക്ലാസ്സിന്റെ ഒരു പ്രാധാന്യം എന്നോട് പറഞ്ഞിരുന്നില്ല, വിദ്യാലയത്തിന്റെ പ്രാധാന്യം എന്നോട് പറഞ്ഞിരുന്നു. എല്ലാവരും കൂട്ടുകാർ വരുന്ന ആ കൂട്ടത്തിൽ ഞാനും വന്നിരിക്കുന്നു. എന്നെ കൊണ്ട് തോന്നുമ്പോൾ ഞാൻ പുറത്തേക്ക് പോകും. പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ചെയ്തിരുന്നത് അടയ്ക്ക പറിക്കുക എന്നുള്ളതായിരുന്നു. തൊട്ടടുത്ത പറമ്പുകളിലൊക്കെ കയറി അടയ്ക്ക പറിച്ച് വൈകുന്നേരം ആകുമ്പോൾ നല്ലൊരു അളവ് അടയ്ക്കായ കൊണ്ട് ചന്തയിൽ കൊടുത്ത് ന്യായമായിട്ടുള്ള പണം കിട്ടുമായിരുന്നു. പിന്നീട് ഞാൻ ചിന്തിച്ചു, ആവശ്യത്തിന് പൈസ കിട്ടുമെങ്കിൽ പിന്നെ ഇപ്പോഴേ കിട്ടുമെങ്കിൽ പിന്നെ എന്തിനാണ് സ്കൂളിൽ പോകുന്നത്? അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ അദ്ദേഹം ആ ഗ്രാമത്തിൽ നിന്ന് കൂടുതൽ ഗ്രാമത്തിലേക്ക് അടയ്ക്ക ബിസിനസ് വ്യാപിപ്പിച്ചു. അദ്ദേഹം അവിടെ പങ്കെടുക്കുമ്പോൾ ആ ജില്ലയിലെ അടയ്ക്ക വ്യാപാരത്തിന്റെ പ്രധാനപ്പെട്ട പങ്കും അദ്ദേഹത്തിൽ കൂടിയാണ് നിർവഹിക്കപ്പെടുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ജീവിതത്തിൽ ഞാൻ വിജയിയായത് അന്ന് സ്കൂളിൽ കയറായിരുന്നതുകൊണ്ടാണ്. കാരണം എന്നോടൊപ്പം പഠിച്ച പലരും ഡിഗ്രി പാസ്സായി, അത് കഴിഞ്ഞിട്ട് B.Ed പാസ്സായി. ഈ B.Ed പാസ്സായി കഴിഞ്ഞാൽ അന്ന് പലർക്കും 25,000 രൂപ കൊടുക്കാതെ ജോലി കിട്ടാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഞാനൊരു കാര്യം ചെയ്തു, ഞാനൊരു സ്കൂള് തന്നെ വിലയ്ക്ക് വാങ്ങി. എന്നിട്ട് ക്ലാസ്സിൽ റെഗുലറായിട്ട് പഠിച്ചു പോയി പാസ്സായിരുന്ന മിടുക്കന്മാർക്ക് ഞാൻ ജോലി കൊടുത്തു. 25,000 രൂപ എന്റെ പോക്കറ്റിലും വീണു ഓരോരുത്തർക്കും ജോലി കൊടുക്കുമ്പോൾ. ഇതെല്ലാം മാതൃകാപരമാണ് എന്നുള്ള ഒരു രീതിയിലല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ വിജയത്തിന് സ്കൂള് നമ്മളോട് പറയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്. പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, ഈ വിഷയം ഒന്ന് സ്കൂളിൽ പറഞ്ഞിരുന്നെങ്കിൽ, ഈ വിഷയം എന്നെ പഠിപ്പിച്ചിരുന്നെങ്കിൽ. വൈകി പഠിച്ച പാഠങ്ങളാണ് പലതും. ഇത് സ്കൂളിലെ സിലബസിന്റെ ഭാഗമായി മാറിയിരുന്നെങ്കിൽ എന്റെ ജീവിതത്തിൽ നേട്ടം ഉണ്ടാകുമായിരുന്നില്ലേ? ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഞാൻ B.Ed നല്ല മാർക്കോടുകൂടി പാസ്സായ ആളാണ്. B.Ed ഗാന്ധിജി യൂണിവേഴ്സിറ്റിയിലെ B.Ed നല്ല രീതിയിൽ പാസ്സായ ആളാണ്.
അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പഠിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. എന്താ പറയുക, അധ്യാപന രംഗത്ത് മികച്ച കഴിവുണ്ടെന്ന് ഒരുപക്ഷെ ഒരു അംഗീകരിക്കപ്പെട്ട് വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ പിന്നീട് ആ ജോലിയിൽ നിന്ന് മാറി സർക്കാർ സർവീസിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ജോലി പ്രവേശിച്ചത്. അങ്ങനെ ജോലി പ്രവേശിച്ചിരിക്കുക എനിക്ക് CMS ഹൈസ്കൂളിലെ ഒരു മുൻ ഹെഡ് മാസ്റ്ററുടെ സ്പീച്ച് കേൾക്കാനിടയായി. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കേട്ട വാക്കാണ് ഒരു സ്കൂളിന്റെ ഡിസിപ്ലിൻ. അദ്ദേഹത്തിന്റെ സ്പീച്ചിൽ നിന്ന് എനിക്ക് മനസ്സിലായ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് സ്കൂളിലെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്ലാസ്സിലെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ചൂരൽവടിയിലല്ല. അദ്ദേഹം ഓരോരുത്തരോടും ചോദിച്ചു, എവിടെയാണ് ഡിസിപ്ലിൻ സ്ഥിതി ചെയ്യുന്നത്? അദ്ദേഹം ആരും കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം പറയാതിരുന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു ക്ലാസിന്റെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അധ്യാപകന്റെ കണ്ണിലാണ്. അധ്യാപകന്റെ കണ്ണിലാണ് ക്ലാസിന്റെ അച്ചടക്കം. പിന്നീട് ഞാനൊരു ട്രെയിനറായി മാറി കഴിഞ്ഞപ്പോഴാണ്, ട്രെയിനിങ്ങിന് വേണ്ടി ട്രെയിനിങ് ഓഫ് ട്രെയിനേഴ്സ് പ്രോഗ്രാം ഒക്കെ നിരവധി പങ്കെടുത്തപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദ പവർ ഓഫ് ഐ കോണ്ടാക്ട്. ഒരു ക്ലാസ് എടുക്കുമ്പോൾ ഐ കോണ്ടാക്റ്റിന്റെ പ്രത്യേകത, ഓരോരുത്തരെയും എല്ലാവരുടെയും മുഖത്ത് നോക്കണം. അത് തുറിച്ചു നോക്കലാകരുത്, കണ്ണുകൾ തമ്മിൽ സംസാരിക്കണം. ഓരോ മുഖങ്ങളിൽ നിന്നും കണ്ണുകളിൽ നിന്ന് കണ്ണുകളിലേക്ക് അധ്യാപകന്റെ നോട്ടം ഒഴുകിയെത്തണം. വളരെ പവർഫുൾ ആയിട്ടുള്ള പ്രിൻസിപ്പിളാണ്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഞാൻ പഠിച്ച പരീക്ഷയിൽ അങ്ങനെ ഒരു കാര്യമില്ല. ഇപ്പൊ എന്റെ മുന്നിൽ ബിഎഡുകാർ ഇരിപ്പുണ്ടെങ്കിലും അവർക്കറിയാം ഐ കോണ്ടാക്ട് എന്ന് പറയുന്ന ഒരു കാര്യം അവർക്ക് പഠിക്കാനില്ല. ഒരു നല്ല അധ്യാപന പ്രക്രിയ എന്ന് പറയുന്നത് നന്നായിട്ട് വിജയിക്കണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ഐ കോണ്ടാക്ട് എന്നുള്ളത്. അപ്പോൾ ഇത് എന്റെ സ്കൂൾ എന്നോട് പറഞ്ഞു തരാത്ത ഒരു പാഠമാണ്, ഐ കോണ്ടാക്റ്റിന്റെ ശക്തി. ഇതുപോലെ ഞാൻ ഇന്ന് പറയുന്നത്, ഞാൻ നമ്മുടെ സ്കൂളുകളിൽ നിന്ന് നമ്മൾ ഫോർമൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അക്കാഡമിക് എഡ്യൂക്കേഷൻ ആർജിച്ചിട്ട് പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ ജീവിത പരീക്ഷ ജയിക്കുവാനായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു തയ്യാറെടുപ്പായിട്ടുണ്ടോ? ചില പാഠങ്ങൾ കൂടി നമ്മൾ പഠിക്കേണ്ടിയിരുന്നില്ല എന്നുള്ള ഒരു ചോദ്യം. സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പേ അത് കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ വളരെ നന്നായിരുന്നു എന്ന ചിന്തയാണ് ഇന്നത്തെ ക്ലാസിന്റെ ആധാരം. ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം, എന്തൊക്കെ കാര്യങ്ങളാണ് എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടാഞ്ഞത് എന്ന് ഞാൻ പറയുമ്പോൾ, ഇത് കേവലമായിട്ടുള്ള ഒരു വൺ വേ ലെക്ചറിങ് അല്ല. നിങ്ങൾ ഓരോരുത്തരും, ഞാൻ കുറച്ച് പോയിന്റ്സ് പറയാം, നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്നോട് ഷെയർ ചെയ്ത് ഇതൊരു നല്ലൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ട് മാറ്റണമെന്നാണ് എന്റെ റിക്വസ്റ്റ്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും സംസാരിക്കണം, നിങ്ങളുടെ മനസ്സിലുണ്ടാണ്ട് ആഡ് ചെയ്യണം. ഞാനൊരു 4, 5, 6 കാര്യങ്ങൾ പറയും, എന്റെ സ്കൂൾ എനിക്ക് തരാതിരുന്ന കാര്യങ്ങൾ. അപ്പം നിങ്ങൾ ഓരോരുത്തരും മനസ്സിൽ നിന്ന് ചിന്തിക്കണം, നിങ്ങൾക്കും ഈ ചന്ത് കടന്നു പോയിട്ടുണ്ട്, ഇത് എന്റെ സ്കൂളിൽ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അത്തരത്തിലുള്ള ഏതാനും കാര്യങ്ങൾ ഞാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങളും ഒന്ന് ചിന്തിക്കുക. ഞാൻ ഏതാണ്ട് ഒരു 8 or 9 കാര്യങ്ങൾ മാത്രം അവതരിപ്പിച്ചിട്ട് നിങ്ങൾക്ക് അതിനോട് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ വല്ലതും വേണ്ടതാണ് എന്ന് തോന്നിയെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഞാൻ ഉദാഹരണത്തിന് റിട്ടയർഡ് ഹെഡ് മിസ്ട്രസ് ആണ് എന്റെ സിസ്റ്റർ. ഞാൻ ഈ ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് 10 മിനിറ്റ് മുമ്പ് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ട്, എന്തെങ്കിലും അഡീഷണൽ പോയിന്റ്സ് ഉണ്ടോ? പെട്ടെന്ന് തന്നെ അവൾ എന്റെ സഹോദരി പറഞ്ഞ മറുപടി, സിവിക് സെൻസ്, ഈ പൗരബോധം എന്ന് പറയുന്നത് വിദ്യാലയങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം. ഒരു കുടുംബത്തിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, ഒരു സമൂഹത്തിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, അതുപോലെ തന്നെ ഒരാൾക്കൂട്ടത്തിൽ, ഒരു സദസ്സിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, ഒരു റോഡിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, കൈവശം വരുന്ന മാലിന്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം. ഒരു സിവിക് സെൻസ് ഇല്ലായ്മയാണ് പല ദുരന്തങ്ങൾക്ക് കാരണം. അതൊരിക്കലും സ്കൂളിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ് സങ്കടകരമെന്ന് അവൾ എന്നോട് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ അത് വന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ തന്നു മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? നിങ്ങളുടെ സ്കൂൾ അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ നമ്മളെ പഠിപ്പിക്കാത്തത്? ഞാൻ എന്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ഗോൾ സെറ്റിംഗ് ആണ്.
പഠനത്തിന് വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യം ഉണ്ടാകണമെന്നുള്ള ഒരു ആശയം എൻ്റെ സ്കൂൾ എന്നോട് ഒരിക്കലും പറഞ്ഞു തന്നിട്ടില്ല. അതായത് SSLC പാസ്സാകുക, SSLC പാസ്സായതിനപ്പുറം എന്താണെന്ന് SSLC പാസ്സാകുന്നവരെ പറഞ്ഞു തന്നിട്ടില്ല, അറിഞ്ഞുകൂടാ. SSLC പാസ്സായ ഉടനെ പിന്നെന്താണ് പോകുന്നത്? പ്രീ ഡിഗ്രിക്ക് പോവുക, അല്ലെങ്കിൽ +2 പോവുക. അത് പ്രീ ഡിഗ്രി ആയിരുന്നു. ഏത് ഗ്രൂപ്പാണ് എടുക്കേണ്ടത്? ഏറ്റവും ബുദ്ധിമാന്മാരാണെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ്, പിന്നെ അത് കഴിഞ്ഞുള്ളവർക്ക് അല്ല ഫസ്റ്റ് ഗ്രൂപ്പ്, പിന്നെ സെക്കൻഡ് ഗ്രൂപ്പ്, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള ഒരു ഗ്രേഡിംഗ് ആണ്. എനിക്കിത് പഠിക്കാനുള്ള കഴിവുണ്ടോ? അല്ലെങ്കിൽ എന്റെ പാഷനാണോ ഇത്, ഈ വിഷയം? അല്ലെങ്കിൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്റെ ജീവിതം മുന്നോട്ട് പോകുന്നതിന് എങ്ങനെ അതെനിക്ക് പ്രയോജനപ്പെടുത്താം? ഒരു ഐഡിയയും ഇല്ല. +2 പാസ്സായി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഒരു ഡിഗ്രിയും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാ. എല്ലാം നല്ലതാണ്, ഉണ്ടെങ്കിൽ നല്ലതാണ്. ഡിഗ്രി പാസ്സായി കഴിഞ്ഞപ്പം പിന്നെ തൊഴിൽ ഇല്ലാത്തൊരു സാഹചര്യം, ഇന്നത്തെ പോലെയുള്ള തൊഴിൽ ലഭ്യത അന്നില്ല. അപ്പൊ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ഡിഗ്രി പാസ്സായി കഴിഞ്ഞിട്ട്. എന്നാ പിന്നെ B.Ed കൂടെ ഉണ്ടെങ്കിൽ നല്ലതാ. വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങളില്ലാതെ കാണുന്ന വണ്ടിയിൽ കയറിയിരിക്കുക. നമ്മൾ ആരെങ്കിലും എവിടെയെങ്കിലും പോവോ? ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ടുള്ള തീരുമാനമില്ലാതെ ബസ് സ്റ്റാൻഡിൽ കയറി ഇരുന്ന് കാണുന്ന വണ്ടിയിൽ കയറി ഇരുന്നിട്ട് വണ്ടി പോട്ടെ എന്ന് പറയുമോ? വ്യക്തമായിട്ട് എനിക്ക് ഇന്ന സ്ഥലത്തേക്ക് കാഞ്ഞിരപ്പള്ളിക്കാണ് പോകേണ്ടതെങ്കിൽ കാഞ്ഞിരപ്പള്ളിക്കുള്ള വണ്ടിയിൽ കയറിയിരിക്കണം. പക്ഷെ സ്റ്റാൻഡിൽ എത്തുമ്പോൾ പോലും എനിക്കത് കാഞ്ഞിരപ്പള്ളിക്ക് പോകണമെന്നുള്ള ചിന്തയില്ല. വണ്ടി എന്നെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു അവിടെ ഞാൻ പോവുക എന്നുള്ളതാണ്. വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങൾ. പിന്നീട് ഒരു ട്രെയിനർ ആയപ്പോഴാണ് ഞാൻ മനസ്സിലായത്, ലോകത്തിൽ 3% പേർക്ക് മാത്രമേ വ്യക്തമായിട്ട് ലക്ഷ്യങ്ങൾ ജീവിക്കേണ്ടതിനെ കുറിച്ചും തുടക്കത്തിൽ തന്നെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പോലും വ്യക്തമായിട്ട് മുന്നോട്ടുള്ള ലക്ഷ്യങ്ങൾ നിർണയിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിയതിനെ കുറിച്ചുള്ള അറിവ് ലോകത്തിൽ തന്നെ 3% പേർക്കേ ഉള്ളൂ. അതിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഈ ലക്ഷ്യങ്ങൾ വ്യക്തമായിട്ട് സയന്റിഫിക് ആയിട്ട് ലക്ഷ്യങ്ങൾ നിർണയിച്ചുകൊണ്ട് ഗോൾ സെറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവര്. ഞാൻ ആരാവണം, എന്റെ പ്രൊഫഷൻ എന്താകണം, സമൂഹത്തിൽ ആരാകണം, കുടുംബത്തിൽ ആരാകണം, വ്യക്തമായിട്ടുള്ള ഒരു ഗൈഡൻസ് കിട്ടിയിരുന്നില്ല എന്നുള്ളതാണ്. അപ്പം ജീവിതത്തിന്റെ ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കുവാൻ എന്നെ പഠിപ്പിക്കാത്ത ഒരു വിദ്യാഭ്യാസത്തിന്റെ കുറവ് ഞാൻ അനുഭവിച്ചിരിക്കുന്നു. ഇന്നത്തെ തലമുറയും അത് അനുഭവിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഞാൻ ക്ലാസ്സിൽ ചോദിക്കാറുണ്ട്, പലപ്പോഴും സീനിയേഴ്സിന് അല്ലെങ്കിൽ ഹൈസ്കൂളുകളിലൊക്കെ ക്ലാസ് എടുക്കാനായിട്ട് ചെല്ലുമ്പോൾ ചോദിക്കാറുണ്ട്, ആരാകണം, എന്താവണം, എന്തിനാണ് നീ ഈ സബ്ജക്റ്റ് എടുത്തത്? അത് ഒന്നുകിൽ പറഞ്ഞ ചേട്ടൻ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അമ്മാവൻ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞിട്ട്, അമ്മ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആകണമെന്നുള്ളത് അച്ഛന്റെ ആഗ്രഹമായിരുന്നു, അച്ഛൻ അത് സാധിക്കാതെ പോയി. ഇപ്പൊ അച്ഛൻ പറയുന്നു, അച്ഛന്റെ സബലീകരിക്കാത്ത ആഗ്രഹം എന്നിൽ കൂടി പൂവണിയണം, അതാണ് അച്ഛന്റെ ആഗ്രഹം. അതുകൊണ്ട് അച്ഛന്റെ ആഗ്രഹത്തിന് വേണ്ടി ഞാൻ പഠിക്കുന്നു. ഇന്നും ഈ ഒരു ന്യൂനത നമ്മുടെ വിദ്യാലയങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ഇതാണ് ഞാൻ ഒന്നാമത്തെ കാര്യം, വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യനിർണയത്തിന് എനിക്ക് നൽകിയിരുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തേത്, എന്റെ സ്കൂൾ എനിക്ക് തരാത്തത് ആ ജീവിതത്തിന്റെ മീനിങ്, ജീവിതത്തിന്റെ അർത്ഥം എന്താണ്, മീനിങ് ഓഫ് ലൈഫ്. നമ്മൾ എന്തിനു ജീവിക്കുന്നു? ജോലി കിട്ടണം, പഠിക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി കിട്ടണം. ജോലി കിട്ടിക്കഴിഞ്ഞാലോ നല്ലൊരു വിവാഹം കഴിക്കണം, നല്ലൊരു വീട് വാങ്ങണം, നല്ലൊരു കുടുംബം, എന്നിട്ട് കാശൊക്കെ ആയി കഴിഞ്ഞാൽ സമ്പന്നനായിട്ട് ജീവിക്കണം. പിന്നെയോ ഒത്തിരി മക്കളുണ്ടാവണം, പിന്നെ കൊച്ചുമക്കളുണ്ടാവണം, പിന്നെ ഇങ്ങനെ അങ്ങ് പോണം. അപ്പൊ അതിന്റെ മീനിങ് എന്താണ്? പക്ഷെ പിന്നീട് ഒരു ട്രെയിനർ ആയതിനു ശേഷമാണ് ഞാൻ മനസ്സിലാകുന്നത്, give a reason to your people to remember your name. Give a reason to your people. അത് നിന്റെ കുടുംബമാവാം, നീ ജോലി ചെയ്യുന്ന സ്ഥാപനമാവാം, നീ പഠിക്കുന്ന വിദ്യാലയമാവാം, അല്ലെങ്കിൽ നമ്മൾ പ്രാദേശിക സമൂഹമാവാം, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സംഘടനയിലെ അംഗമാണെങ്കിൽ ആ സംഘടനയാവാം. എവിടെയാണെങ്കിലും give a reason to your people to remember
യുവർ നെയിം. എവിടെയാണെങ്കിലും ആ മറ്റുള്ളവർക്ക് അവിടെ നിന്നെല്ലാം ഇറങ്ങിപ്പോകേണ്ടി വരും. പക്ഷെ മറ്റുള്ളവർക്ക് ഓർക്കാനുള്ള ഒരു കാരണം ഉണ്ടാക്കി വെച്ചിട്ട് പോകണം എന്നുള്ള ഒരു സന്ദേശം കിട്ടിയത് വളരെ മുതിർന്നതിന് ശേഷം മാത്രമാണ്. അതായത് പല മേഖലകളിൽ നിന്നും, കുടുംബത്തിൽ നിന്നായാലും കൊള്ളാം, സമൂഹത്തിൽ നിന്നായാലും കൊള്ളാം, അധ്യാപകരിൽ നിന്നായാലും കൊള്ളാം, ഒത്തിരി നമ്മൾ സ്വീകരിച്ചിട്ടാണ് വളരുന്നത്. പക്ഷെ ആ സ്വീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ തിരിച്ചു കൊടുക്കാൻ കഴിയുമ്പോൾ അതിലുള്ള ഒരു ബാലൻസ് ആണ് ജീവിതത്തിന്റെ അർത്ഥം എന്നുള്ള ഒരു മെസ്സേജ് എനിക്ക് പിന്നീട് വളരെ കിട്ടിയത് വളരെ വൈകിയാണ്. അപ്പൊ ഞാൻ രണ്ടാമത് പറഞ്ഞ ആ ഒരു മിസ്സിംഗ് പോയിന്റ് ഇതാണ്, ജീവിതത്തിന്റെ ഒരു മീനിങ് എന്തായിരിക്കും എന്നുള്ള ഒരു മെസ്സേജ് കിട്ടിയത് വളരെ വൈകിയാണ്. എന്റെ സ്കൂളിനോട് അതൊരിക്കലും പറഞ്ഞു തന്നിരുന്നില്ല. അതിന്റെ അർത്ഥം എന്റെ വിദ്യാലയത്തിലുള്ളവർ അപരാധികളാണെന്ന്, എന്റെ ഗുരുക്കന്മാർ അപരാധികളാണോ എന്നുള്ളതല്ല. അവരെല്ലാം തനി തങ്കമായിരുന്നു. കുട്ടികൾ നന്നാവണമെന്നേ ഉള്ളായിരുന്നു അവർക്ക്. അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യപ്പെട്ട ജീവിതങ്ങൾ തന്നെയായിരുന്നു ആ ഗുരുനാഥന്മാരുടേത്. പക്ഷെ അവർക്ക് അറിഞ്ഞുകൂടാ, അതായിരുന്നു കാര്യങ്ങൾ. അവർ പഠിപ്പിക്കും, പക്ഷെ എങ്ങനെ പഠിക്കണം, പഠിച്ചിട്ട് എന്ത് നേടണം, കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് ആ സിലബസിൽ പോലും ഇല്ല. അതാണ് വേറൊരു കാര്യം. അറിവ് പഠിപ്പിക്കാനുള്ള ഒരു സ്പേസ് പോലും അവിടെ ഇല്ല. മൂന്നാമതായിട്ട് ഒരു മിസ്സിംഗ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, ഞാൻ ഒന്നാമതായിട്ട് ലക്ഷ്യം, രണ്ടാമതായിട്ട് പറഞ്ഞ മീനിങ്, ജീവിതത്തിന്റെ മീനിങ്, അടുത്ത മൂന്നാമതായിട്ട് മിസ്സിംഗ് ലിങ്ക് ആയിട്ട് തോന്നിയത് നമ്മുടെ ഒരു ബാലൻസ് ചെയ്യപ്പെട്ട ഒരു ജീവിതം നമുക്ക് ഉണ്ടാകണം എന്നുള്ള ഒരു മെസ്സേജ് വളരെ വൈകിയാണ് കിട്ടുന്നത്. നമ്മുടെ ജീവിതം ബാലൻസ് ചെയ്യപ്പെട്ടിരിക്കണം. അതായത് ഫാമിലി, നമ്മുടെ കുടുംബം, അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫഷൻ, നമ്മുടെ ജോലി, ഫാമിലി, ഫിനാൻഷ്യൽ, നമ്മുടെ ഫിസിക്കൽ, നമ്മുടെ ആരോഗ്യം ഇല്ലെങ്കിൽ ഒരു രക്ഷയില്ല. ഫാമിലി, ഫിനാൻഷ്യൽ, ഫിസിക്കൽ, മെന്റൽ, എപ്പോഴും സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയണം. മനസ്സിന് സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയണം. മനസ്സിന്റെ സന്തോഷം കെടുത്തുന്നൊന്നും ഉണ്ടാവരുത്. സ്പിരിച്വൽ, ആത്മീയത, ഇങ്ങനെ ഒരു 6 ഘടകങ്ങൾ: ഫാമിലി, ഫിനാൻഷ്യൽ, ഫിസിക്കൽ, മെന്റൽ, സ്പിരിച്വൽ, സോഷ്യൽ. നമ്മുടെ സമൂഹത്തോട് നമുക്കൊരു പ്രതിബദ്ധത ഉണ്ടാവണം. സമൂഹത്തിൽ ജനിച്ച്, സമൂഹത്തിൽ വളർന്ന്, സമൂഹത്തിൽ വിലയം പ്രാപിക്കേണ്ടവരാണ് ഓരോ വ്യക്തിയും. അതുകൊണ്ട് തന്നെ ആ സമൂഹവുമായിട്ടുള്ള ഇഴയെടുപ്പം ശക്തമായിരിക്കണം. ഈ 6 കാര്യങ്ങളിൽ ഇതെല്ലാം ബാലൻസ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് നമുക്ക് കഴിയണം. ഒരെണ്ണത്തിൽ അമിത പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊന്നൊക്കെ വീക്കായി പോകും. കുടുംബത്തിന് അമിത പ്രാധാന്യം കൊടുത്തുകൊണ്ട് സമൂഹത്തിന് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ സമൂഹത്തിലുള്ള നമ്മുടെ ആ ഒരു ഇന്ററാക്ഷൻ, ഇടപെടലുകൾ ദുർബലമായി പോകും. എല്ലാത്തിനും കൊടുക്കേണ്ടതായ അളവിൽ കൊടുത്തുകൊണ്ട് ജീവിക്കുവാനായിട്ട് കഴിയുന്നതിലാണ് ജീവിതത്തിന്റെ വിജയം എന്നുള്ള ഒരു സന്ദേശം കിട്ടുന്നത് വളരെ വൈകിയാണ്. അടുത്ത പോയിന്റ്, 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സെൽഫ് മാനേജ്മെന്റ് ആണ്. നമ്മളെ എങ്ങനെ, നമുക്ക് ഒത്തിരി കുഴപ്പങ്ങളുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ഒത്തിരി ദൗർബല്യങ്ങളുള്ള ആൾക്കാരാണ് ഓരോ വ്യക്തിയും. എല്ലാവരും പൂർണ്ണരല്ല. പക്ഷെ ചില കാര്യങ്ങളിൽ നമ്മൾ ബോധപൂർവം ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ മങ്ങിക്കത്തുന്ന വിളക്ക് ഒരുപക്ഷെ തെളിഞ്ഞു കത്തും. നമ്മൾ നമ്മളെ തന്നെ മാനേജ് ചെയ്യണം. എങ്ങനെയാണ്? നമ്മുടെ ചിന്തകളെ മാനേജ് ചെയ്യണം, നമ്മുടെ ജീവിത ശൈലികളെ മാനേജ് ചെയ്യണം, മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ മാനേജ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്യം നേടാനുള്ള ആ ഒരു രീതിയിൽ ഫോക്കസ് ചെയ്ത് നമ്മുടെ ജീവിക്കുന്ന ദ പവർ ഓഫ് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ജീവിതശൈലി നമുക്ക് ഉണ്ടാവണം, ഒരു അച്ചീവർ ആവണമെങ്കിൽ. ഒരുപക്ഷെ അത്തരത്തിലുള്ള പ്രിൻസിപ്പിൾസ് ഒന്നും എനിക്ക് വിദ്യാലയത്തിൽ നിന്ന് കിട്ടിയില്ല. പക്ഷെ വിദ്യാലയം ഇന്നും കൊടുക്കുന്നില്ല. ഞാൻ ഈ പറയുന്നതൊക്കെ എനിക്ക് എന്റെ വിദ്യാലയത്തിൽ നിന്ന് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ വിദ്യാലയത്തെ കുറ്റം പറയുന്നതോ അല്ലെങ്കിൽ എന്റെ ഗുരുനാഥന്മാരെ പഴി പറയുന്നതല്ല. ഇന്നും നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്നും ഇതൊക്കെ മിസ്സിംഗ് ലിങ്ക് ആയിട്ട് തന്നെ കിടക്കുന്നു എന്നുള്ള ഇത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അഞ്ചാമതായിട്ട് ഞാൻ പറയുന്ന പോയിന്റ് ഇതാണ്: ദ പവർ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ആശയവിനിമയത്തിന്റെ ഒരു പ്രാധാന്യം. പല ബന്ധങ്ങളുടെ ഇഴയെടുപ്പം നിലനിർത്തുന്നത് കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? സ്പീക്ക് ഇൻ സച്ച് എ വേ ദാറ്റ് others want to listen you, and listen in such a way that others want to speak to you.
നമ്മൾ സംസാരിക്കുന്നത് മറ്റുള്ളവർ കേൾക്കുവാനുള്ള ഒരു താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അവിടെ വിജയമാണ്. അങ്ങനെ സംസാരിക്കുവാനായിട്ട് നമ്മൾ പഠിക്കണമെന്നുള്ളൊരു സന്ദേശം. അതുപോലെ തന്നെ ഒരു നല്ല ലിസണർ ആകണം. നല്ല ലിസണറായിട്ട് ഇരിക്കേണ്ടതിന്റെ ഒരു ആവശ്യം, പ്രാധാന്യം. അവയൊക്കെ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ കുടുംബ ബന്ധങ്ങൾ മാത്രമല്ല, തൊഴിൽ ബന്ധങ്ങൾ, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ, ഇതെല്ലാം ശക്തമാക്കുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു പോയിന്റ്, അതിനെ ശക്തിപ്പെടുത്തുവാനുള്ള എങ്ങനെയാണ് നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആകുന്നത് എന്നുള്ള ഒരു മെസ്സേജ്, അത് എങ്ങനെയൊക്കെ പ്രവർത്തിക്കണം, നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണ്, ഇതൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് നമ്മളെ പഠിപ്പിക്കേണ്ടത്. ഒരുപക്ഷെ ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് അത് ചെറുപ്പത്തിലേ തന്നെ നമ്മുടെ വിദ്യാലയങ്ങളിൽ ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോഴും അതിനുള്ളൊരു സംവിധാനമില്ല. ഒരു ജീവിത വിജയത്തിന്റെ, ഒരു വ്യക്തിയുടെ വിജയത്തിൽ തീർച്ചയായിട്ടും പ്രധാന പങ്ക് വഹിക്കുന്നത് കമ്മ്യൂണിക്കേഷനാണ്. അതുപോലെ തന്നെ ആറാമതായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, പവർ ഓഫ് ആറ്റിറ്റ്യൂഡ്. അത് പിന്നീടാണ് ഞാൻ ചിന്തിച്ചത്. അതായത് A+ മാർക്ക് ലിസ്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ ഒരു കമ്പനി ഒരു വ്യക്തിക്ക് ജോലി കൊടുക്കുകയില്ല. ഇന്നുമില്ല. മാർക്ക് ലിസ്റ്റ് കാണിച്ചിട്ട് ജോലി കൊടുക്കുന്ന ഒരു സംവിധാനമില്ല. ഉണ്ടോ? മാർക്ക് ലിസ്റ്റ് കാണിച്ചാൽ ജോലി കിട്ടുന്നത് ഒരിക്കലും ഇല്ല. അവർ അങ്ങനെയില്ല, ഇല്ല. അവർ ഇന്റർവ്യൂ നടത്തും. എന്തിനാണ് ഇന്റർവ്യൂ നടത്തുന്നത്? ഇമോഷണൽ ബാലൻസ് അറിയാം. തീർച്ചയായിട്ടും അത് തന്നെ. അവന്റെ എമോഷണൽ ബാലൻസ് അറിയണം. ഏറ്റവും പ്രധാനമായിട്ട് അവന്റെ ആറ്റിറ്റ്യൂഡ്. ഇവന് ഈ ജോലി ചെയ്യാനുള്ള അറിവുണ്ടോ എന്നാണ് മാർക്ക് ലിസ്റ്റ് പറയുന്നത്. പക്ഷെ ഇവനത് ജോലി ചെയ്യാനുള്ള കഴിവുണ്ടോ, ഇവൻ ഇത് ജോലി ചെയ്യുമോ? ഈ രണ്ട് കാര്യങ്ങൾ അവന്റെ മനോഭാവത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അറിവ് പ്രവൃത്തിയിലേക്ക് വരണമെങ്കിൽ അത് പ്രവൃത്തിയിലാക്കുവാനുള്ള ഒരു മനോഭാവം ഉണ്ടാവണം. ദ പവർ ഓഫ് ആറ്റിറ്റ്യൂഡ്. അത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്നും നമ്മളുടേത് ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ, നമ്മൾ ശിശുവായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ഒരുപക്ഷെ 3 or 4 വയസ്സാകുമ്പോൾ തന്നെ അത് രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നൊക്കെയുള്ള ഒരു അറിവ് വളരെ താമസിച്ചാണ് കിട്ടുന്നത്. നിർഭാഗ്യം അത് നമ്മുടെ അറിവ് നമ്മൾ ഏത് സാഹചര്യത്തിലാണോ വളർന്നു വന്നത് അതായിരിക്കും നമ്മുടെ ആറ്റിറ്റ്യൂഡ്. നമ്മുടെ അനുഭവങ്ങൾ എങ്ങനെയാ നമ്മളെ രൂപപ്പെടുത്തിയത് അതായിരിക്കും നമ്മുടെ മനോഭാവം. പക്ഷെ അത് തിരുത്തിയെടുക്കാമെന്നുള്ള ഒരു സന്ദേശം എനിക്ക് വളരെ വൈകിയാണ് കിട്ടുന്നത്. നമുക്കൊരു നെഗറ്റീവ്, യു കനോട്ട് ലീവ് എ പോസിറ്റീവ് ലൈഫ് വിത്ത് എ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു വ്യക്തി ഒരിക്കലും ഒരു പോസിറ്റീവ് ലൈഫ് കിട്ടത്തില്ല. അവൻ എത്ര A+ മാർക്ക് ഉണ്ടെങ്കിലും. VK അനിൽ സാർ പറയുന്നു, നോളജ്, സ്കിൽ, ആറ്റിറ്റ്യൂഡ്. നോളജ് എന്ന് പറയുന്നത് വളരെ ഇതാണ്. നോളജ് എന്ന് പറയുന്നത് ഒരു ജീവിത വിജയത്തിന്റെ 20% അല്ല. പിന്നെ ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ ഒരു പഠനം പറയുന്നത് 15% എന്നാണ്. 15% മാത്രമേ സ്കൂളിൽ നിന്ന് കിട്ടിയ അറിവ് നിന്റെ ജീവിതത്തിൽ നിന്നെ തുണയ്ക്കുകയുള്ളൂ. ബാക്കി 35%, 35% നമ്മുടെ സ്കില്ലാണ്. 50% നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. അപ്പൊ ഈ സ്കിൽസ് അക്വയർ ചെയ്യാനുള്ള ഒരു കഴിവ് ഒരുപക്ഷെ അതിലെ രാജാവാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് ആശയവിനിമയ ചാതുര്യം. അതുപോലെ തന്നെ നമ്മുടെ നല്ല മനോഭാവം രൂപപ്പെടുത്തണമെങ്കിൽ നമ്മൾ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യണം, അതിന്റെ അതിന്റെ പോയിന്റ്സ് എന്തൊക്കെയാണ്, ഇതെല്ലാം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണമായിരുന്നു. ഒരുപക്ഷെ വളരെ ചെറുപ്പത്തിൽ തന്നെ ആ ഒരു മെസ്സേജ് കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം വളരെയധികം ഇമ്പ്രൂവ് ചെയ്യപ്പെട്ടു പോകുമായിരുന്നു. കാരണം ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചത് A+ വേണ്ടിയാ. ഇന്നത്തെ കുട്ടികളും പഠിക്കുന്നതും A+ വേണ്ടിയാ. മറ്റു കാര്യങ്ങളൊക്കെ അവഗണിക്കപ്പെടുകയാണ്. ഈയിടെ ഞാനൊരു ജഡ്ജായിട്ട് പോയി. അതായത് തിരുവോണത്തിന് ഒരു സ്കൂളിൽ ജഡ്ജായിട്ട് പോയി. അപ്പൊ അവിടെ ഒരു മത്സരം നടന്നു. മലയാളി മങ്കയും മലയാളി മാരനും. മലയാളി മന്നൻ, അത് തന്നെ, മലയാളി മന്നനും മലയാളി മങ്കയും. ഇപ്പൊ സീനിയർ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉള്ള മത്സരമായിരുന്നു. അവർ ഓരോരുത്തരും വളരെയേറെ മോഡേൺ ഡ്രസ്സും ഒക്കെ ഇട്ട് വേഷഭൂഷാദികളോടെ
ക്യാറ്റ് വാക്കും ഒക്കെ ചെയ്ത് പെൺപിള്ളേര് നേരെ ഡയസിലെത്തി. അവരുടെ അപ്പിയറൻസിന് ഒരു മാർക്ക്, ഒരു പെർസെൻറ്റേജ് മാർക്കുണ്ട്. അതുപോലെ തന്നെ അവരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, അവർ കൊടുത്തരുന്ന റിപ്ലൈക്ക് മാർക്കുണ്ട്. ഒരുപക്ഷെ ഇപ്പോഴും ഞാൻ ഞെട്ടലോടെ ഓർക്കുന്നു തിരുവോണത്തിന്റെ പ്രസക്തി, അല്ലെങ്കിൽ തിരുവോണം നൽകുന്ന സന്ദേശം എന്താണ് എന്ന് ഈ ഓണ ദിവസത്തിൽ അവിടെ ഹാജരായ മലയാളി അംഗമാരോട് ചോദിച്ചിട്ട് ഒരു മറുപടി, നല്ലൊരു മറുപടി തന്നത് 10% ആൾക്കാർ മാത്രമാണ്. ചിലർക്ക് അറിയാം, പക്ഷെ അവർക്ക് സംസാരിക്കാൻ കഴിയത്തില്ല, അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവർ പഠിച്ചിട്ടില്ല. ഒത്തിരി ഘടകങ്ങൾ അവരെ അതിൽ നിന്ന് പിന്നിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് ശക്തി പകരാനും ഊർജം പകരാനും ഉള്ള ഒരു സംവിധാനം നമ്മുടെ വിദ്യാലയങ്ങളിൽ ഇല്ല. കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ രൂപപ്പെടുത്തുക എന്നുള്ള ഒരു സംവിധാനം നമുക്കുണ്ടല്ലോ. പക്ഷെ ആ ഒരു അജണ്ടയിൽ ഈ ഒരു കാര്യമില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് അസറ്റ് മാനേജ്മെന്റ്. ഒരുപക്ഷെ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ഒന്നാമത്തേത് നമ്മൾ ആശിക്കുന്നത് നേടിയെടുക്കുക, രണ്ടാമത്തേത് നേടിയെടുക്കുന്നത് മെയിൻറ്റെയിൻ ചെയ്യുക. പലപ്പോഴും പറയും നമ്പർ 1 ആകുക എന്നുള്ളതിനേക്കാൾ ബുദ്ധിമുട്ടേറിയതാണ് അത് ആ നമ്പർ 1 സ്ഥാനം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. ഇന്ന് പലരുടെയും ജീവിതത്തിന്റെ ഒരു പരാജയത്തിന്റെ ഈ രണ്ടാമത്തെ കാര്യത്തിൽ ബഹുഭൂരിപക്ഷം തോറ്റുപോകുന്നു എന്നുള്ളതാണ്. എന്താണ് നമ്മൾ നേടിയെടുക്കുന്നത്? ഒത്തിരി കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കുന്നുണ്ട്. നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ വീട്, നമ്മുടെ ഭൂസ്വത്ത് അല്ലെ, പല രീതിയിൽ, അതുപോലെ ബാങ്കിലെ ഇൻവെസ്റ്റ്മെന്റ്. പക്ഷെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ, കിട്ടുന്ന സ്വത്ത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് ഒരിക്കലും നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നില്ല, ഇന്നും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. സ്ഥലം വാങ്ങി ചതിക്കുഴിയിൽ വീഴുന്നവര് പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലാത്തവരാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? വസ്തുതർക്കത്തിൽ ഏർപ്പെട്ട് പരസ്പരം വസ്തുതർക്കത്തിൽ ഏർപ്പെടുന്ന അതിര് തർക്കത്തിൽ ഏർപ്പെടുന്ന 2 വ്യക്തികള് അവര് പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലാത്തവരാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? വിദ്യാഭ്യാസം ഇല്ലാത്തവരാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? പഠനം കൂടിപ്പോയത്, അറിവ് കൂടിപ്പോയവരാണ് ഇതെല്ലാം. പക്ഷെ അവർക്ക് അസറ്റ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ള കാര്യം അറിഞ്ഞുകൂടാ. അസറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിത പങ്കാളി നമ്മൾ നേടിയെടുക്കുന്നല്ലേ ജീവിതത്തിൽ, അല്ലേ? പണ്ടത്തെക്കാൾ എത്രയോ വിവാഹമോചന കേസുകളാണ് ഇപ്പോൾ ഉള്ളത്. എത്രയോ ഇരട്ടിയാണ്. അപ്പൊ അതൊരു ഫാഷനായിട്ട് മാറി ഡൈവേഴ്സ് എന്നുള്ളത്. സൊസൈറ്റി തന്നെ ഒരു എന്താ പറയുന്നത്, ഇപ്പൊ ചിലപ്പോൾ ഒരു സ്റ്റാറ്റസ് സിമ്പിൾ തന്നെയാണോ എന്ന് ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. യൂസ് ആൻഡ് ത്രോ മെത്തേഡ്. വിവാഹമോചനത്തിന് ഇരയായവർക്കുള്ള ആ ഒരു എന്താ പറയുന്നത് അല്ലെങ്കിൽ വിവാഹമോചനം ഒരു വലിയ പ്രശ്നമല്ല എന്നുള്ള രീതിയിലേക്ക് മാറുന്നു. ഞാൻ പറഞ്ഞു വന്നത് അതല്ല, ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ്. നമ്മുടെ ജീവിത പങ്കാളി അവർക്ക് വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കി അതൊരു അസറ്റാണ്. നമ്മുടെ ജീവിത പങ്കാളി നമ്മുടെ ഒരു അസറ്റാണ്, നമ്മൾ നേടിയെടുത്ത അസറ്റാണ്. വിവാഹത്തിൽ കൂടി അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുന്നത് പ്രേമത്തിൽ കൂടി, പ്രണയത്തിൽ കൂടി ഒക്കെ നേടിയെടുത്ത അസറ്റാണ്. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നു. പരസ്പരം മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ള ചിന്ത, കെയറിങ് ഒരാൾക്ക് മാത്രമുള്ളതല്ല, അത് എല്ലാം ഷെയർ ചെയ്യപ്പെടുന്നതാണെന്നുള്ള ഒരു ചിന്ത നമുക്കില്ലാതെയായി പോകുന്നു. സ്ഥലം വാങ്ങുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു സ്ഥലം വാങ്ങി കഴിഞ്ഞിട്ട് ആ സ്ഥലത്തിന് കൃത്യമായിട്ട് സ്ഥലം മെയിൻറ്റെയിൻ ചെയ്യണം. ഡിപ്പോസിറ്റ്, ബാങ്കിൽ ഡിപ്പോസിറ്റ് ധാരാളം ഉണ്ട്. പക്ഷെ ജീവിതത്തിൽ അത് പ്രയോജനപ്പെടാതെ എത്രയോ പേരുടെ ഡിപ്പോസിറ്റ് നഷ്ടപ്പെടുന്നു പല രീതിയിൽ. അപ്പം അസറ്റ് നേടുന്നതിനൊപ്പം നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണെന്നുള്ള ഒരു ഒരു സന്ദേശം, അത് എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ള ഒരു ട്രെയിനിങ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു എന്താ പറയുന്നത് പരിശീലനം നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നില്ല. കാരണം അത് കിട്ടാതെയാണ് അവര് യുവത്വത്തിലേക്കും പിന്നീട് വാർദ്ധക്യത്തിലേക്കും ഒക്കെ പോകുന്നത്. അതിൻ്റെതായിട്ടുള്ള പോരായ്മകൾ അവർക്ക് ജീവിതത്തിലുണ്ട്.
ഇത്രയും കാര്യങ്ങളാണ് പ്രധാനം. ഞാൻ കുറെ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി പറയാം. ഞാൻ ലക്ഷ്യങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ ഉള്ള പോരായ്മകൾ നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ, സിസ്റ്റത്തിൽ നമുക്ക് പോരായ്മയാണ്, ഇന്നും പോരായ്മയാണ്. ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കുന്നതിൽ, അതുപോലെ തന്നെ നമ്മുടെ ജീവിതം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടതാണ് എന്നുള്ള ഒരു ചിന്ത നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ, അതുപോലെ തന്നെ സെൽഫ് മാനേജ്മെന്റിൽ നമ്മൾ ഓരോരുത്തരും മങ്ങിക്കത്തുന്ന വിളക്കുകളാകാതെ തിളങ്ങിക്കത്തണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഈ ഉപ്പും പുളിയും ഒക്കെ പുറത്തേക്ക് പോകണം. അതിന് നമ്മൾ എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യപ്പെടേണ്ടത്? ലക്ഷ്യബോധമുള്ള ഊർജ്ജസ്വലരായിട്ടുള്ള വ്യക്തികളായിട്ട്, പെർഫോമേഴ്സ് ആയിട്ട് മാറണമെങ്കിൽ നമുക്ക് നമ്മളെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്നുള്ള ഒരു പ്രിൻസിപ്പിൾസ് ഒന്നും വിദ്യാലയങ്ങളിലില്ല. അടുത്തതായിട്ട് കമ്മ്യൂണിക്കേഷന്റെ പവർ. കമ്മ്യൂണിക്കേഷൻ, ദ പവർ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ബന്ധങ്ങൾ ശക്തിപ്പെടണമെങ്കിൽ, ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ശക്തമായിട്ടുള്ള ബന്ധങ്ങളാണ് നിങ്ങളുടെ തുണയ്ക്കെത്തുക. അത് ബിസിനസ് ബന്ധങ്ങളാണേലും കൊള്ളാം, കുടുംബ ബന്ധങ്ങളാണേലും കൊള്ളാം, സമൂഹ ബന്ധങ്ങളാണേലും കൊള്ളാം, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷനിലുള്ള ബന്ധങ്ങളാണേലും കൊള്ളാം. എവിടെയാണെങ്കിലും അവ ശക്തമാണെങ്കിൽ നമ്മുടെ ആശയവിനിമയം ശരിയായിരിക്കണം. അടുത്ത പോയിന്റ് ഞാൻ പറഞ്ഞത് നമ്മുടെ മനോഭാവം, അതിന്റെ ശക്തി, പവർ ഓഫ് അവർ ആറ്റിറ്റ്യൂഡ്. അത് പലപ്പോഴും 100% ചിലപ്പോൾ പറയാറുണ്ട്. അതായത് ആറ്റിറ്റ്യൂഡ് മാത്രം മതി ജീവിതം വിജയിക്കാനായിട്ട്, ബാക്കിയുള്ളതെല്ലാം ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്ക് കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് അസറ്റ് മാനേജ്മെന്റ് ഞാൻ പറഞ്ഞു. അസറ്റ് മാനേജ് ചെയ്യുന്നതിൽ എങ്ങനെയാണ് എന്നുള്ള കാര്യം ഒരുപക്ഷെ നമ്മുടെ സ്കൂളുകളിലോ കോളേജുകളിലോ ഒന്നും അത് പഠിപ്പിക്കുന്നില്ല. കുറെ പോരായ്മകളാണ് ഞാൻ ഈ പറഞ്ഞത്. പക്ഷെ ഇന്നും അത് പോരായ്മകളായിട്ട് അവശേഷിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ജനറേഷൻ ഗ്യാപ്പ് ഇല്ല. അതായത് 40 വർഷത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു അത് തന്നെയാണ് ഇന്നും നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്ന് നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നത്. എന്റെ സ്കൂൾ എന്നോട് പറയാതിരുന്നു കുറച്ച് പോയിന്റാണ് ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങളുടെ സമയമാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് എന്തെങ്കിലും ആഡ് ചെയ്യാം. ഇപ്പോഴും 25 പേരുണ്ട്. ഞാന് സാറേ 25 മിനിറ്റ് പറയട്ടെ? തീർച്ചയായും സാർ, തീർച്ചയായും. ഒരാൾ 1 മിനിറ്റ് വെച്ച് എന്തെങ്കിലും ഒരു കാര്യം ഇതിനോടൊന്ന് ആഡ് ചെയ്യും. എന്റെ വിദ്യാലയം എന്നോട് പറയാതിരുന്നു. പറയൂ സാർ. പേരൊന്ന് പറഞ്ഞേക്കണേ. ബർസാത്ത് എന്നാണ് എന്റെ പേര്, മസ്കറ്റിൽ നിന്നാണ്. അപ്പൊ ഞാൻ ആദ്യമേ തന്നെ എന്റെ വിദ്യാലയം എന്റെ അടുത്ത് പറയാണ്ടിരുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമേ തന്നെ, ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബയോളജിയില് 6ാമത്തെ ചാപ്റ്റർ പഠിപ്പിച്ചില്ല. അത് പറഞ്ഞു അത് നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ച മതി, വീട്ടിൽ പോയിട്ടിരുന്ന് പഠിച്ചു മതി എന്നും പറഞ്ഞുകൊണ്ട് അത് വിട്ട് കളഞ്ഞിട്ടാണ് ബാക്കിയാണ് പഠിപ്പിച്ചത്. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ പിന്നീട് പിന്നീടെല്ലാം പഠിച്ചെടുക്കേണ്ട ഒരു ആവശ്യമായിരുന്നു. അത് നമ്മളെല്ലാം പഠിച്ചെടുത്തു. പിന്നെ ബാക്കിയൊക്കെ ഇപ്പൊ നമ്മളൊക്കെ ഇപ്പോഴൊക്കെയാണ് പഠിക്കണത്. ഇപ്പൊ ഇങ്ങനെ ഡിസിഷൻ മേക്കിങ്ങും പാരന്റിങ്ങും ഗോൾ സെറ്റിംഗ് എല്ലാം കേട്ടിട്ടാണ് നമ്മുടെ പാഷൻ എന്താണ്, നമ്മുടെ പ്രൊഫഷൻ എന്താവണം എന്നൊക്കെ ഉള്ളതൊക്കെ ഇപ്പോൾ സാറിനെ പോലുള്ളവർ പറഞ്ഞപ്പോഴാണ് പഠിക്കുന്നത്. ഞാൻ പഠിച്ച ക്ലാസ്സിൽ ആ ചാപ്റ്റർ ലൈംഗിക വിദ്യാഭ്യാസം വിട്ടിട്ടാണ് പഠിപ്പിച്ചത്. എന്റെ ടീച്ചർ വനിത ലേഡി ടീച്ചർ ആയിരുന്നു. പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് അതിപ്പോ പറയുമ്പോ തന്നെ എല്ലാവർക്കും അത് മനസ്സിലാവും. എന്തായാലും എടുത്തു സാറ് പിന്നെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എന്റെ അധ്യാപകരെ കുറ്റം പറയല്ല, ഞാൻ എന്റെ വിദ്യാലയത്തെ കുറ്റം പറയല്ല. സാറ് അത് എന്തായാലും ഇടയ്ക്കിടയ്ക്ക് സാർ ഇങ്ങനെ അതെ പറയുന്നുണ്ടായിരുന്നു. അതെന്തായാലും നന്നായി, നല്ല ശബ്ദം നന്നായിട്ട് തന്നെ അവതരിപ്പിച്ചു സാർ. സാർ അതായത് ശരിയായിട്ടുള്ള ലൈംഗിക വിദ്യാഭ്യാസം, പക്ഷെ അതവിടെ പഠിപ്പിക്കാതിരുന്നോണ്ട് നമ്മൾ തെറ്റായ സോഴ്സിൽ നിന്ന് പഠിക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലേ? അതന്നെ. അത് പിന്നെ നമ്മൾ പിന്നെ ആ പഠിത്തം അവസാനിപ്പിക്കണില്ലല്ലോ സാറേ. അതെ. ആ വിഷയത്തിന് പ്രത്യേകത സാറേ, ആ വിഷയം ശരിക്കും അവർക്ക് അറിയാമായിരുന്നു, മനഃപൂർവ്വം പഠിപ്പിക്കാഞ്ഞതാണ്. പക്ഷെ ഈ വിഷയങ്ങളൊന്നും അവർക്ക് അറിയത്തില്ലായിരുന്നു, അതുകൊണ്ട് പഠിപ്പിക്കാൻ. അതെ, അതൊരു പ്രത്യേകതയാണ്. ആ വിഷയം അവർക്ക് അറിയാമായിരുന്നു, അതുകൊണ്ട് മനഃപൂർവ്വം പഠിപ്പിക്കാതിരുന്നു. പക്ഷെ ഈ വിഷയങ്ങളൊന്നും അവർക്ക് അറിയത്തില്ലായിരുന്നു, അതുകൊണ്ട് അവർ പഠിപ്പിക്കാതിരുന്നു എന്നുള്ളതാണ്. സിലബസിലുണ്ടായിരുന്നു.
അടുത്താരാണ് പറയുന്നത്? അടുത്ത നമ്മൾ വിദ്യാലയത്തിൽ നിന്ന് പഠിക്കാത്ത ഏതെങ്കിലും ഒരു കാര്യം ആർക്കെങ്കിലും ഓർമ്മയിലെടുത്ത് പറയാമോ? നമ്മുടെ ബ്രെയിൻ ആണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ പല കാര്യങ്ങളിലും അഗ്രഗണ്യരാണ്. ഓരോരുത്തരും പേര് വിളിച്ച് പറയാം. പേര് പറയാം. സാർ വിളിച്ചോളൂ. ഞാൻ പറയാം. അനിൽ സാർ, വി കെ അനിൽ സാർ പറയും. സാറേ, ഞാൻ പറയാം. അതായത് പിന്നെ സാറ് പറഞ്ഞ പോയിന്റ് എല്ലാം വളരെ വണ്ടർഫുൾ. സാറ് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് വളരെ അത്യാവശ്യമായിട്ട് നമ്മുടെ സമൂഹത്തിൽ നടപ്പാക്കേണ്ടതാണ്. അപ്പൊ അതിനകത്ത് ഈ ലൈഫ് സ്കില്ലും സോഫ്റ്റ് സ്കില്ലും നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ടും കുട്ടികളെ പഠിപ്പിക്കണം. ഒന്നത്. രണ്ടാമത്തെന്ന് വെച്ചാൽ ഹെൽത്ത്, സാറ് പറഞ്ഞ മാതിരി ഹെൽത്ത് വെൽത്ത് റിലേഷൻഷിപ്പ്, അതിനെക്കുറിച്ച് പഠിപ്പിക്കണം. ഇതൊക്കെ ഒന്നത്. പിന്നെ പണ്ട് ഒരു സ്കൂളിലൊക്കെ ഒരു 4 പേര് 5 പേരേ ഉള്ളൂ ഫസ്റ്റ് ക്ലാസ്. പക്ഷേ ഇപ്പൊ ആണെങ്കിൽ ഫുൾ എ പ്ലസ്, അതായത് 60% അബവ് ഒരു 4 കുട്ടികൾ 5 കുട്ടികൾ അല്ലെങ്കിൽ ഒരു 10 കുട്ടികളെ കാണുന്നു. പക്ഷെ അവരെല്ലാം ഇന്ന് നല്ല നിലയിലാണ്, ഓരോ നിലയിലെത്തി. അതിനകത്ത് ഇന്ന് 90% മുകളിൽ വന്നിട്ട് A+ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവരൊന്നും ജീവിതത്തിലൊന്നും നേടിയിട്ടില്ല. അതാണ് പ്രശ്നം. പിന്നെ വേറൊരു കാര്യമുണ്ട്, അധ്യാപകരുടെ ഒരു പരിശീലനത്തിന് ഞാൻ കുറ്റം പറയല്ല, അതിലും പോരായ്മകളുണ്ട്. കാരണം അവരെല്ലാം മെക്കനൈസ്ഡ്, അവർക്ക് പഠിപ്പിക്കുക, പോവുക, ശമ്പളം വാങ്ങിക്കുക എന്നുള്ള ഒരു സ്റ്റൈലിലേക്ക് മാറിക്കുക. അപ്പൊ അതിൽ നിന്നൊക്കെ മാറ്റം വരണം. അത് ഇന്നത്തെ അധ്യാപകരും പഴയ നമ്മുടെ തലമുറയിലുള്ള അധ്യാപകരെ കുറിച്ചാണ് ഈ പറയുന്നത്. എല്ലാവരും ഒരുപോലെ അല്ലേ? അധ്യാപകരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് കുറ്റം പറഞ്ഞല്ല, മിസ്സിംഗ് ലിങ്കാണ് സാറേ. കുട്ടികൾക്ക് ആവശ്യമില്ല, പേരൻസിന് ആവശ്യമില്ല. അപ്പൊ ആവശ്യമില്ലാതെ വരുമ്പോ ഈ ടീച്ചേഴ്സ് അങ്ങനെ ഒരു ലെവലിലേക്ക് മാറിപ്പോകും സ്വയമായിട്ട്. പിന്നെ മറ്റൊന്നുള്ളത്, പിന്നെ ഇപ്പോ ഈ മാർഗ ഓറിയന്റഡ് ആയിട്ട് സാറ് പറഞ്ഞ മാതിരിയേ ഉള്ളൂ. ഇപ്പോ ഈ നീറ്റ് പരീക്ഷയൊക്കെ കഴിയുമ്പോൾ എത്ര പേര് ആത്മഹത്യ ചെയ്യാൻ പോകുന്നതെന്നുള്ളതാണ്. നമ്മുടെ കൊറോണ സമയത്ത് ലോക്ക്ഡൌൺ വന്നു, 77 കുട്ടികളാണ് പിന്നെ നമുക്ക് നഷ്ടമായത് ജീവൻ കേരളത്തിൽ. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു സാർ. ജോസഫ് സാർ. ഹലോ സാർ, എനിക്ക് ഒന്ന് പറയാനുള്ളത് എംപ്ലോയബിലിറ്റി. അതായത് വെദർ എനിക്ക് നിന്നെ കൊണ്ട് ഒരു എംപ്ലോയ്മെന്റിന് പറ്റുമോ ഇല്ലയോ, സാർ അത് പിന്നെ പരാമർശിച്ചു. അതായത് ഇന്ന ജോലിക്ക് നീ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചുള്ള സ്കില്ല് നമുക്ക് തരാനായിട്ട് അവർക്ക് പറ്റിയിട്ടില്ല. രണ്ടാമത് എന്നെ കൊണ്ട് എനിക്ക് കഴിയാഞ്ഞൊരു കാര്യം, അല്ല ഞാൻ കുറ്റം പറയല്ല, നല്ല ചില ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടായിക്കൊണ്ട് ചെല്ലും നമ്മൾ. ചെറിയ മോഡൽസ് ഒക്കെ, വർക്കിംഗ് മോഡലോ വർക്ക് ചെയ്ത സാധനമൊക്കെ പറയും. ഒരു 6ാം ക്ലാസ് തൊട്ടേ കിട്ടിയിട്ടുള്ളത്, നീ ഇങ്ങനെ മോഡലാക്കി ഉണ്ടാക്കിക്കൊണ്ട് നടന്നു, ഇത് നടക്കത്തില്ലെന്ന് പറയും. അങ്ങനെ ഡിസ്കറേജ് ചെയ്ത അധ്യാപകര് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കോട്ടയം MD സെമിനാരി ഹൈസ്കൂളിലാണ്. അവസാനം ഞാൻ തന്നെ ആ വാക്ക് പിടിച്ചു. MEMPT ഞാൻ അതിനെ പ്രതീക്ഷിച്ചു, ആ വാക്കുകൾ. കാരണം നല്ലൊരു ഐഡിയാസ്, പല ഐഡിയാസ് ഇപ്പോഴൊക്കെ പിള്ളേരൊക്കെ ഈ സയൻസ് എക്സിബിഷനൊക്കെ ഞാൻ ഇപ്പോഴും കാണാൻ പോകും. അതൊക്കെ ഇപ്പം ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ ആ കാര്യങ്ങൾ അന്നത്തെ വർക്ക് എക്സ്പീരിയൻസിനൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം, ഈ ജോലി ഭാരം കുറയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം, വാഷിംഗ് മെഷീന് അങ്ങനെയൊക്കെ നമ്മൾ സയന്റിഫിക് അറിയത്തില്ലെങ്കിൽ ചെയ്യുമ്പം, വർക്കിംഗ് മോഡൽ അല്ലാത്ത ചെയ്യുമ്പോഴൊക്കെ പറയും, ഇതൊന്നും കൊള്ളത്തൊന്നുമില്ല, ഇതൊക്കെ നീ എന്തിനാ വെറുതെ ഒക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്കറേജ് ചെയ്തിട്ടുണ്ട് അവരിപ്പോഴും. പിന്നെ അവർക്ക് ചിലപ്പോൾ അസൂയായിരിക്കും, ചിലപ്പോൾ ഇവന് ഒരു പെരുന്തച്ചൻ കോംപ്ലക്സ് എന്നോ, അല്ലെങ്കിൽ ഒരു ദ്രോണാചാര്യ കോംപ്ലക്സ് എന്നൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഏകലവ്യ കോംപ്ലക്സ് ആയിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഒരിക്കലും ഇപ്പോഴും എനിക്ക് ആ അധ്യാപകരെ ബഹുമാനമുണ്ട്. ഇപ്പോഴും ഞാൻ ഇവിടെ കാണാനൊക്കെ പോകാറുണ്ട്, കഷ്ടപ്പെട്ട് പോകാറുണ്ട്. പിന്നെ ഉള്ളത്, മൂന്നാമത് ഇച്ചിരി ഉയർന്ന തലത്തിൽ എന്റെ ബിരുദകാലത്ത് അധ്യാപകരോട് നമുക്ക് ഇന്ററാക്ഷൻ വരുമ്പം ഗുഡ് മോർണിംഗ് പറയുമ്പം, അന്ന് വേണ്ട, ഇങ്ങോട്ട് വേണ്ടെന്ന് കാര്യവട്ടത്ത് പറഞ്ഞിട്ടുണ്ട് ജിയോളജിക്കല്. പക്ഷെ ഞാൻ ഇൻസ്റ്റലേഡ് ആയിരുന്നു. പക്ഷെ ഇപ്പോഴും അവിടുത്തെ ഓൾഡ് സ്റ്റുഡൻസ് മീറ്റിങ്ങിന് ആകെ ചെന്ന ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾ മാത്രമേ ഉള്ളൂ. കാര്യം നമ്മളെ തിരസ്കരിച്ചിട്ട് പോലെ, അവർക്കെന്തോ നമ്മളൊരാൾ ഗുഡ് മോർണിംഗ് പറയുന്നത് അവർക്ക് ഇൻസൾട്ടഡ് ആണ്. അധ്യാപകർ ഇപ്പോഴും ഉണ്ട്, ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ജീവനോടെ ഉണ്ട്. അവർക്കൊക്കെ ഞങ്ങൾ അന്ന് പറഞ്ഞു, അന്നത്തെ ഓൾഡ് സ്റ്റുഡൻസ് മീറ്റിംഗ് പറഞ്ഞപ്പോൾ ഈ ഒരു കാര്യമാണ് ഞങ്ങളെ വിഷമിപ്പിച്ചതും. കാര്യം നമ്മൾ ചോദിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, ഗുഡ് മോർണിംഗ് ഒന്നും അല്ല, ചിലപ്പോൾ ബാഡ് മോർണിംഗ് ആവുമെന്ന് പറയും. അങ്ങനെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ പഠിച്ച പിള്ളേരായി ഞങ്ങളൊക്കെ. ഇനി താങ്ക് യു സാറേ. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ അന്നത്തെ ഒരു കാലത്താണേലും ഇന്നാണേലും അങ്ങനെ തന്നെ ഇന്നോവേഷൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പൊ സാറിന്റെ ഒരാള് വെറുക്കുന്നതിന്റെ ഒരു കാരണം സാറിന്റെ എന്തെങ്കിലും തെറ്റുണ്ടായത് കൊണ്ടല്ല, സാർ ഒരു ഡിഫറെന്റ് പേഴ്സണാലിറ്റി ആയതുകൊണ്ടാണ് സാറിനെ ഹെയ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ, എന്നെയാണേലും. അപ്പം പലപ്പോഴും ചില പാടിപ്പതിഞ്ഞ ആ ഒരു വഴിത്താരകളിൽ നിന്ന് ഒന്ന് മാറി നമ്മൾ കൊണ്ടുവരുന്ന മോഡലുകളാണെങ്കിലും കൊള്ളാം, നമ്മൾ പറയുന്ന ആശയങ്ങളാണെങ്കിലും കൊള്ളാം, അവയൊക്കെ മാറിപ്പോകുമ്പോൾ അതിൽ കാര്യമുണ്ടോന്ന് ചിന്തിക്കുന്നില്ല.
വഴിത്താരകളിൽ നിന്ന് മാറിപ്പോകുന്നു, ചക്രച്ചാലുകളിൽ നിന്ന് മാറിപ്പോകുന്നു എന്നുള്ളത് അംഗീകരിക്കാൻ പറ്റുകയില്ല. 5ാം ക്ലാസ്സിൽ നല്ലൊരു തത്തയെ വരച്ചിട്ടുണ്ട്, ഇപ്പോഴും ഓർമ്മയുണ്ട്. നല്ല തത്തയുടെ ഒറിജിനൽ പടം. ഉടനെ ചോദിക്കുക, നിനക്ക് ഇത് ആരാണ് ബസ് വെച്ച് തന്നാണെന്ന് പറഞ്ഞു എന്നെ മോശപ്പെടുത്തിയ ടീച്ചർ. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിലൊക്കെ ഇഷ്ടംപോലെ മോഡൽസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അവരൊന്നും നല്ല കവിത എഴുതിയാലോ, 7ാം ക്ലാസ് നല്ല കവിത എഴുതി. അതിനെ പറയാ നിന്റെ അഡോളസൻസിന്റെ ഗ്രോത്ത് കൊണ്ട് ഗ്രോത്ത് സ്റ്റേജ് ഉണ്ടായ കവിതയാണെന്ന്. മനസ്സിലായോ? ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. നമ്മൾ അവരെ കുറ്റം പറയുന്നതല്ല, മിസ്സിംഗ് ലിങ്ക് എന്നുള്ള നിലയിൽ നമ്മൾ അവതരിപ്പിക്കുകയാണ് കാര്യങ്ങൾ. നമ്മുടെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപക്ഷെ ഒരു നഷ്ടബോധത്തോടെ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ അല്ലേ സാർ? ഓക്കെ, then രാകേഷ്, രത്നം, ഡോക്ടർ ശുദ്ധോധനൻ. സാർ പറഞ്ഞത് 100% ശരിയാണ്. കുട്ടികൾക്ക് വേണ്ടതല്ല അധ്യാപകര് ഇപ്പോൾ നൽകുന്നത്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ സിലബസ് അങ്ങനെയാണ്, അവരെ മേത്തുള്ള സിലബസ്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. എന്റെ ഭർത്താവ് ഒരു മാഷാണ്. അതല്ല, അതോട്ടല്ല, എനിക്ക് എന്റെ അച്ഛനും ഏട്ടനും ഒക്കെ മാഷന്മാർ തന്നെയാ, മാസ്റ്റേഴ്സാണ്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ നമ്മള് ജീവിക്കാനുള്ളൊരു തന്റെ ഉണ്ടാക്കി കൊടുക്കണ്ടേ കുട്ടികൾക്ക്. എനിക്ക് എങ്ങനെയായിരുന്നു, ഞാൻ സ്കൂളിൽ പഠിച്ചതിന്റെ എത്രയോ മടങ്ങ് ജീവിതത്തിൽ പഠിച്ചു. അതെ, കോൺഫിഡൻസോടുകൂടി ജീവിതത്തെ നേരിടാനല്ലേ? അതെ, അവസരങ്ങളെ നമ്മള് ഒരു ഉപയോഗമാക്കി മാറ്റിയാ ചെയ്യണ്ടേ. മൈനസ് വന്നാലും നമ്മള് അത് എങ്ങനെയാ അതിനെ പോസിറ്റീവ് ആക്കാന്നുള്ള ചിന്തിച്ച്, അതേപോലെ ഞാൻ ചിന്തിച്ചിട്ടാണ് ഞാനിപ്പോൾ ഒരു നല്ല നിലയിലാണ് ഞാൻ നിൽക്കുന്നതെന്നാണ്. ഇങ്ങനെയാണ് അതിന്റെ ആവശ്യം. എന്റെ സാർ പറയുന്നേ, ഇംഗ്ലീഷിന്റെ ഒരു പരീക്ഷ ഉണ്ടായിരുന്നു ഇവിടെ 5ാം തരത്തിന്ന്. അപ്പൊ എന്റെ അച്ഛൻ പഠിച്ചത് തന്നെയാണ് ആ സാറ്. അപ്പൊ എന്റെ അച്ഛനോട് പറയാണ്, ഈ മാർക്കില്ലാത്ത കുട്ടീനെ എന്തിനു വേണ്ടിയിട്ട് ഹൈസ്കൂൾ കൊണ്ടുപോണ്, ഓള് പാസ്സാവൊന്നുമില്ല എന്നാണോ. ഇന്നും ആ മാഷെ കണ്ടാ ഞാൻ നമസ്തേ പറയില്ല. എനിക്ക് തോന്നുന്നില്ല അയാളെ കണ്ടാ പറയാൻ. അയാൾ പറഞ്ഞാല് ശ്രാദ്ധായിട്ട് സ്കൂളിൽ പോകാൻ വൈകി. നമ്മൾ കുറ്റം പറയണ്ട, കാരണം അവർക്ക് അവരുടേതായ പരിമിതികൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കരുതിയാൽ മതി. നമ്മളിപ്പോ ഇവിടെ നമ്മൾ പറയുന്നത് അതിന് ഞാൻ നല്ല രീതിയിൽ എടുത്തു, അതിന്റെ ഇരട്ടി നന്നായി ജീവിതത്തിൽ കാണിച്ചു കൊടുത്തു. ഓരോ കാര്യങ്ങളെ അങ്ങനെ കുട്ടികൾക്ക് ഒരു മനസ്സുണ്ടായ കുട്ടികൾ ഈ ആത്മഹത്യയും മാനസിക വിഷമൊന്നും ഉണ്ടാവില്ല, ഡിപ്രഷനൊക്കെ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുമായിരുന്നു. അതിന് നമ്മൾ പറ്റുന്നത് നമ്മളും ചെയ്തു കൊടുക്കുക. ഒരു കുട്ടീനെ കണ്ടാൽ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, എന്തൊക്കെയാ കാര്യങ്ങൾ ഒന്ന് തുറന്ന് സംസാരിച്ച് ചെയ്യാന്നാണ് എന്റെ അഭിപ്രായം. നല്ലതിലേക്ക് വഴി. പക്ഷെ ചില മാതാപിതാക്കൾ അത് ന്യായീകരിക്കുന്നില്ല, അത് അനുകൂലിക്കുന്നില്ല. അങ്ങനെയൊന്നല്ല, എഡ്യൂക്കേഷനാ വേണ്ടത്. അല്ലാതെ ഇങ്ങനെ അതും ഇതൊന്നല്ല വേണ്ടത്. നമ്മൾ ജീവിക്കാനുള്ള ഒരു ശക്തിയാണ് വേണ്ടത്. എഡ്യൂക്കേഷൻ വേണം, ബേസിക് വേണം, വേണ്ട പറഞ്ഞില്ല. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഇതും കൂടി കൊണ്ടുപോയാലേ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്. ആയിക്കോട്ടെ. ശരിക്കും അവിടെയാണ് ഈ മനുഷ്യന്റെ പവറാണ് മൈൻഡ് പവർ എന്ന് പറയുന്നത്. അധ്യാപകർ നമ്മൾ കണ്ടുപിടിച്ചിരിക്കും. ഓക്കെ, താങ്ക് യു. ശുദ്ധോധനൻ. ആയിക്കോട്ടെ. സാർ, ഗുഡ് ഈവനിങ് സാറേ. ഞാന് ഈ കിട്ടിയ കാര്യങ്ങളിലൊക്കെ വലിയ സംതൃപ്തി കാണുന്ന ഒരാളാണ്. അപ്പൊ ഈ കിട്ടാതെ പോയ, സ്കൂളിൽ നിന്ന് കിട്ടാതെ പോയതിനെയൊക്കെ ആലോചിക്കുന്നതിനേക്കാൾ ഏറെ ഞാൻ അവിടെ നിന്ന് കിട്ടിയതിലൊക്കെ ഒരുപാട് സന്തുഷ്ടനായ ഒരാളാണ്. പിന്നെ ഞാനൊക്കെ ചെറിയ നാട്ടിൻപുറത്തെ കുഞ്ഞി സ്കൂളിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഈ മുന്നിലത്തെ ബെഞ്ചിൽ ഇരുന്നിട്ട് അധ്യാപകരുടെ പ്രിയപ്പെട്ട കുട്ടിയാവാനുള്ള അടവുകളൊക്കെ എടുത്തിട്ടുള്ള ആളാണ്. കാരണം ടീച്ചറുടെ കണ്ണിൽ തന്നെ നോക്കിയിരിക്കുക, എന്നിട്ട് എല്ലാം എനിക്ക് മനസ്സിലായി എന്ന് ഓരോ വാചകത്തിന്റെ അവസാനം തലകുലുക്കി കാണിക്കുക. അത് കഴിഞ്ഞിട്ട് ടീച്ചർ പറയുന്ന കുഞ്ഞു തമാശയ്ക്കും രസിച്ചു എന്ന് ചിരിച്ചു കാണിക്കുക. അങ്ങനെയൊക്കെ ഈ ഐ കോണ്ടാക്ട് മാത്രമല്ല, ഈ ഞാൻ അവരുടെ ഈ ദൗർബല്യം മുതലെടുത്തിരുന്ന ഒരു കുട്ടിയാണെന്ന് ഇപ്പൊ സാറിന്റെ ക്ലാസ് കേട്ടപ്പോഴാണ് മനസ്സിലായത്. ഒരുപക്ഷെ ഈ ബാക്ക് ബെഞ്ച്, അതാണ് അബ്ദുൽ കലാം പറഞ്ഞത്, ഈ ബാക്ക് ബെഞ്ച് ട്രിക്സ് ആണ് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നത്. അതേപോലെ ഈ കിട്ടാത്ത പോയ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം നാട്ടിൻപുറത്തെ നാടൻ സ്കൂളിലൊക്കെ പഠിച്ചു കൊണ്ട് വന്നത് നമ്മുടെ ഇംഗ്ലീഷൊക്കെ എഴുതുമായിരുന്നു. ടീച്ചേഴ്സ് തന്ന നോട്ടുകളൊക്കെ കാണാതെ പഠിച്ച് ബൈഹാർട്ട് ചെയ്ത് എഴുതി വെച്ച് ഫുൾ മാർക്ക് വാങ്ങിക്കും.
പക്ഷെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സംഭാഷണത്തിൽ പരാജയപ്പെട്ടുവല്ലോ. പ്രൊഫഷണൽ കോളേജിൽ പഠിക്കാൻ ചെന്നപ്പോൾ ആദ്യത്തെ ഒരു 2 മാസം 3 മാസം നമ്മൾ അന്തം വിട്ടിരുന്നു പോയി. കാരണം ഈ സ്പൂൺ ഫീഡിങ് പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ ഉള്ള ഒരു അവസരം. അപ്പൊ കിട്ടാതെ പോയത് ഈ ഗംഭീരമായ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാനുള്ള ശേഷി CBSE-കാരും ICSE-കാരും ഒക്കെ അടിച്ചു പൊളിച്ച് പറയുമ്പോൾ നാട്ടുമ്പുറത്തെ നമ്മുടെ ശിവൻകുട്ടി സിലബസ് പഠിച്ചുകൊണ്ട് പോയ നമ്മളൊക്കെ 99.97 ഒക്കെ മേടിച്ചെങ്കിലും അത് പേപ്പറിൽ കിടക്കുകയാണ്. അത് നാവിലൂടെ പുറപ്പെടാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ അസറ്റ് മാനേജ്മെന്റിന്റെ കാര്യം സാറ് പറഞ്ഞ് എന്നെ വളരെ ആകർഷിച്ചു. കാരണം ഇന്നത്തെ പത്രത്തില് ഈ ഒരു ഡോക്ടറുടെ 3.5 കോടി രൂപ, ഡോക്ടറാണ്, പ്രാക്ടീസ് ചെയ്തുണ്ടാക്കിയ കാശൊക്കെ ഈ ഒരു വ്യാജ നിക്ഷേപത്തിൽ കൊണ്ടിട്ടിട്ട് അദ്ദേഹം ആഭരണം പണയം വെച്ച്, അത് പത്രത്തിൽ വായിച്ചില്ലേ? അപ്പൊ അസറ്റ് മാനേജ്മെന്റിനെ പറ്റി പഠിപ്പും പ്രാക്ടീസും വിവരം ഉണ്ടെന്ന് കരുതിയ ഒരു ഡോക്ടർ കാണിച്ചതിൽ നമുക്ക് ഈ അസറ്റ് മാനേജ്മെന്റിന്റെ കാര്യത്തിൽ, പിന്നെ ഈ സിറ്റുവേഷൻ മാനേജ്മെന്റ്, ഇന്നൊരു 5-6 പിള്ളേര് കന്യാകുമാരി കടൽ തീരത്ത് പോയിട്ട് ഡോക്ടർമാരാ, വെള്ളത്തിൽ മുങ്ങി അങ്ങ് മരിച്ചുപോയി. അപ്പൊ ഈ പറ്റാത്ത പണിക്ക് ഇറങ്ങരുത് എന്നുള്ള ഒരു കാര്യം അവർ കോളേജിലും പഠിച്ചില്ല, സ്കൂളിലും പഠിച്ചില്ല, അധ്യാപകരും പഠിപ്പിച്ചു കൊടുത്തില്ല. പറ്റാത്ത കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കരുത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ വിവാഹ പങ്കാളി, എനിക്ക് ഏറ്റവും ആകർഷകമായിട്ട് തോന്നിയ സാറ് പറഞ്ഞ ഇതിൽ ഈ നമ്മുടെ അസറ്റിൽ വിവാഹ പങ്കാളി സാറിന്റെ അസറ്റായിട്ട് നേടിയെടുത്തതല്ലേ. ഒന്നുകിൽ പ്രണയത്തിൽ കൂടി, അല്ലെങ്കിൽ നമ്മളൊരു എന്താ പറയുക, ഞാൻ പക്ഷെ ഇതുവരെ ഈ നിമിഷം വരെ സാർ തെറ്റിദ്ധരിച്ചിരുന്നു. എന്റെ ഭാര്യ നേടിയെടുത്തു എന്നൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പൊ സാറിന് പറഞ്ഞപ്പോഴാണ് ഈ അസറ്റ് മാനേജ്മെന്റിൽ ഭാര്യയുടെ ഒരു റോളും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതേപോലെ ഇന്ന് സാറും പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും, നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വളരെ വേദനയോടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനെ അടിച്ച ഒരു ക്രാഫ്റ്റ് ടീച്ചറിന്റെ സൂചി കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ക്രാഫ്റ്റ് ടീച്ചർ അദ്ദേഹത്തിന്റെ കയ്യിൽ നല്ല 1-ാം തരം അടി കൊടുത്തപ്പോൾ DY ചന്ദ്രചൂഡ് ഒരിക്കലും മറക്കാത്ത ബാല്യമായിട്ട് അദ്ദേഹത്തിനെ നൊമ്പരപ്പെടുത്തുന്നത് ഇതേപോലെയാണ്. അതേപോലെ ഞങ്ങളുടെ നാട്ടിൻപുറത്തൊക്കെ ഈ വലിയ പോലീസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അടിക്കുന്നത് മാഷന്മാരായിരുന്നു. അപ്പൊ ഈ അന്ന് ഈ കുഞ്ഞി ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എന്റെ ചേച്ചിയും ഞാനും ഒക്കെ നമ്മൾ ടീച്ചർ കളിക്കും, ഈ ചോറും കറിയും വെച്ച് അച്ഛനും അമ്മയും കളിക്കുമ്പോൾ ടീച്ചർ കളിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു വടി കയ്യിലെടുക്കും, എന്നിട്ട് ഈ മരത്തേലും മേശയിലും ഒക്കെ അടിച്ച് കളിക്കുന്ന. പക്ഷെ അതൊക്കെ നല്ലതായിരുന്നു സാർ. അച്ചടക്കം ഉണ്ടാകും, ഈ തല്ലുകൊള്ളിത്തരം കാണിക്കരുതെന്നും ഒക്കെ ഞാൻ പഠിച്ചത് ഈ നല്ല അടി വേണ്ട പോലെ കിട്ടിയിട്ടാണ്. അപ്പോ എനിക്ക് കിട്ടാതെ പോയ കാര്യങ്ങൾ സാറ് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ അത്ഭുതത്തോടെ തിരിച്ചറിയായിരുന്നു. കിട്ടിയതിലൊക്കെ വലിയ സംതൃപ്തി പുലർത്തുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ കിട്ടാത്തതിനെ പറ്റിയിട്ട് ഞാൻ ആലോചിക്കുന്നതല്ല സാർ, കിട്ടിയതിന് നന്ദി എന്റെ അധ്യാപകരോടും വിദ്യാലയത്തിനോടും. അതായത് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ സന്തോഷിക്കാൻ ഒത്തിരി ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ താങ്ക്ഫുൾ ആയിരിക്കും, അല്ലേ? താങ്ക് യു ഡോക്ടർ. ഗ്രേറ്റ് പ്രസന്റേഷൻ. ഷാജി മാത്യു സാർ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? ഷാജി മാത്യു സാർ ഇല്ല. ജോർജ് സാർ. താങ്ക് യു സാർ, താങ്ക് യു. ജെയിംസ് സാറെ വീണ്ടും ഒന്നുകൂടെ കാണാൻ കഴിഞ്ഞു. പ്രത്യേക അഭിനന്ദനം. സാറിന്റെ ക്ലാസ് ഇങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു. എത്ര കാര്യങ്ങളാണ്, എന്താ റിയൽ ഫാക്റ്റ് ആണ് എല്ലാം. സാറ് പറഞ്ഞതുപോലെ എനിക്കും കുറെ തിക്താനുഭവങ്ങളും നല്ല അനുഭവങ്ങളും ഉണ്ട്. സ്നേഹിച്ച അധ്യാപകരുടെ വിഷയമാണ് നമ്മൾ നന്നായി പഠിച്ചത്. അതുപോലെ നമ്മളോട് വെറുപ്പ് കാണിച്ചവരുടെ വിഷയത്തിൽ നമ്മൾ അമ്പേ പരാജയം, പിന്നീട് ഒരിക്കലും രക്ഷപ്പെടാത്ത വിധത്തിൽ പോയി. ഞാൻ SLCക്ക് തോറ്റത് തന്നെ ഹിന്ദിക്കാണ്. ഹിന്ദി ടീച്ചറോട് അങ്ങനെ ആയിപ്പോയി. അത് തുടക്കം മുതൽ എവിടെയോ രക്ഷീയതാണ്, അറിയില്ല. പറഞ്ഞു വന്നത് കണക്കിന് 99 മാർക്ക് ഉണ്ടായാലും ജയിക്കില്ലല്ലോ, അക്കാലത്ത് അങ്ങനെ ആയിരുന്നു. അതെ. അപ്പോ സാറേ തീർച്ചയായിട്ടും ഈ മോൾഡ് ചെയ്യുന്നതിൽ, നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നതിലൊക്കെ ഡയറക്റ്റ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇൻഡയറക്റ്റ് ആയിട്ടും അധ്യാപകർ നമ്മളെ സ്വാധീനിക്കുന്നു എന്നുള്ളത് വളരെ സത്യം. സ്കൂളിൽ കിട്ടേണ്ടത് കിട്ടിയില്ല പോട്ടെ, നെഗറ്റീവ് ആയിട്ടുള്ള ഒത്തിരി മെസ്സേജസ് അവർ ചെയ്യും. എൻ്റെ തലയിൽ കളിമണ്ണാടോടാ, നീ തൊലഞ്ഞു പോകും, അങ്ങനെ, അല്ലെങ്കിൽ നീ എന്നത്തിന് കൊള്ളാം, ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന, അത് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചല്ലേ കുത്തി മുറിക്കുന്ന പോലുള്ള വേദന ഉണ്ടാകുന്നത്. അത് അവരുടെ ഭാവി ശരിക്കും ബാധിക്കുന്ന. ഞാൻ അല്ലെങ്കിൽ ഒന്നിനും കൊള്ളില്ല എന്ന് ഇവനും ജഡ്ജി ചെയ്യുന്ന ഒരു വിധി, അതായത് ജീവിതത്തിൽ മുഴുവൻ ഉണ്ടാവും.
ആൾക്കൂട്ടത്തിൽ സമൂഹത്തിൽ മറ്റുള്ളവരുടെ ഇടപെടുമ്പോഴൊക്കെ ഉൾവലിയാനുള്ള പ്രേരണ അതൊക്കെ ഉണ്ട്. ഞാൻ ഈ കാര്യത്തിൽ അടുത്ത കാലത്ത് ഒരു സ്കൂളിൽ PTA താല്പര്യപ്രകാരം ഒരു സ്കൂളിൽ 10ാം ക്ലാസ്സിലെ പിള്ളേരുടെ ഇടയിൽ ഒരു സ്റ്റഡി നടത്തി സ്കൂളിന്റെ ഇമ്പ്രൂവ്മെന്റിനെ പറ്റി ചോദിക്കാം. 10ലെ പിള്ളേര് പറയുക എഴുതി തന്ന പേര് എഴുതണ്ട, നിങ്ങൾ ഒരു 5 കാര്യം നിങ്ങളെ വിഷമിപ്പിക്കുന്ന 5 കാര്യം സ്കൂളിന്റെ ഇമ്പ്രൂവ്മെന്റിനുള്ള 5 കാര്യം ഇത്രേ ചോദിച്ചുള്ളൂ. 80% കുട്ടികളും പറഞ്ഞു അധ്യാപകരുടെ ദയനീയമെന്ന് പറയട്ടെ പക്ഷപാതം ശരിയല്ല എന്ന്. അവർ ഉദ്ദേശിച്ചത് പക്ഷഭേദം എന്നുള്ള വാക്കാണ്, പക്ഷെ അത് എഴുതാൻ മലയാളം പക്ഷവാദം എന്നാണ് എഴുതിയത് തന്നെ. അത് പലരും പല വിധത്തിൽ എഴുതിയെങ്കിലും അർത്ഥം ഇതായിരുന്നു. പക്ഷവാദം എന്ന വാക്ക് കണ്ടപ്പോൾ ഞാൻ ഓർത്തു മനസ്സിൽ എത്ര നിലവാരമാണ് അവരുടെ അവസ്ഥയിൽ എത്തിയിരിക്കുന്ന ആ കുട്ടികൾ, 10ലെ കുട്ടികൾ. അവർക്ക് എല്ലാവർക്കും വിഷമം അധ്യാപകരുടെ ഈ പെരുമാറ്റ രീതിയാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചതും പറയാൻ വന്നത്. അപ്പോ അത് വലിയ പക്ഷെ അധ്യാപകർ തിരിച്ചറിയുന്നില്ല പലപ്പോഴും. അവരാണെങ്കിൽ ഞാൻ കേൾക്കുന്ന സാറേ ആരും ഒന്നും തോന്നരുത്, PTA പോലും സർവജ്ഞാനികൾ എന്നാണ് പലരും പറയുന്നത്. അധ്യാപകരുടെ ധാരണ അതാ. PTA പോലും ഒരു അഭിപ്രായം ഒരു നിർദ്ദേശം സ്വീകരിക്കാൻ അവർ തയ്യാറല്ല. അത് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് അധ്യാപക ലോകത്തെ ഒട്ടേറെ പേരുടെ ബഹുഭൂരിപക്ഷത്തിന്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒത്തിരി അധ്യാപകരുണ്ട് മാതൃകയായിട്ട്. ഇന്നും നന്ദിയോടെ ഓർക്കുന്നവരുണ്ട്. പലരോടും പ്രാർത്ഥന പോലും മനസ്സിൽ അവരോട് ആരാധന നിലനിർത്തുന്ന അധ്യാപകർ ഒത്തിരിയുണ്ട്. ഒത്തിരി സാറേ ഒത്തിരി സന്തോഷത്തോടെ ഒത്തിരി ഓർമ്മകൾ ഉണ്ടായി. ആ ഓർമ്മകളൊക്കെ അവസരം കിട്ടിയെന്നുള്ളതിൽ സന്തോഷം പറഞ്ഞുകൊണ്ട് നിർത്തുക. താങ്ക് യു. ഗോപകുമാർ സാർ, പത്മരാജൻ സാർ, ഷീല മാം, ഹേമാവതി മാം, ജോഷി സാർ, അനിൽകുമാർ സാർ, യെസ് ഷീല മാം. ഞാനത് പറഞ്ഞോട്ടെ സാർ. ജെയിംസ് ജോസഫ് സാറ് പറഞ്ഞത് ഒരുപാട് ശരിയാണ്. പക്ഷെ സാറ് 40 വർഷം മുമ്പുള്ള ആ വിദ്യാഭ്യാസ രീതിയും ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം നമ്മളെ പാഠ്യപദ്ധതി ഒരുപാട് പരിഷ്കരിച്ച് ഇപ്പൊ കുട്ടികളൊക്കെ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്. പണ്ട് കാലത്താവുമ്പോ കുട്ടികൾ എഴുന്നേറ്റ് നിന്ന് ചോദ്യം ചോദിച്ചാലൊന്ന് പറയാ, ഒരു വിഷയം കൊടുത്താൽ മുമ്പിലൊന്ന് പ്രസംഗിക്കുക, അതൊന്നുമില്ല. പക്ഷെ ഇപ്പൊ കുട്ടികൾ ഒരുപാട് മാറി. എന്തും പറയാനുള്ള ഒരു ധൈര്യം അവർക്ക് വന്നിട്ടുണ്ട്. അത് ഒരു പരിധിവരെ DPEP എന്നൊരു സമ്പ്രദായം കൊണ്ടുവന്നിരുന്നു ഗവൺമെന്റ്. ആ സമ്പ്രദായത്തിൽ നിന്നാണ് കുട്ടികൾ ഇത്രയും കൂടുതൽ പറഞ്ഞത് മുന്നോട്ട് വന്നത്. അത് ഒരു ഗുണമായിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷെ പല കാര്യങ്ങളും ആവശ്യമില്ലാത്തതിൽ ഏർപ്പെടാനും കുട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏത് കാര്യം എടുത്താലും ഒരു നന്മയും തിന്മയും ഉണ്ടല്ലോ സാർ. അപ്പൊ സാറ് പറഞ്ഞ ഈ 6-7 കാര്യങ്ങളും നമ്മളുടെ വിദ്യാഭ്യാസത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്നാ ചോദിക്കുക, എല്ലാ കുട്ടികളും പഠിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾക്ക് വ്യക്തമായ ഒരു ധാരണ, അപ്പൊ അവരുടെ ഒരു കുട്ടിക്ക് ഗോൾ സെറ്റിംഗ് വേണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിലും അവൻ ഇന്നതാവും എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തമായിട്ട് വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികളുണ്ട്. കാരണം അത് സമൂഹത്തിന്റെ മേലേക്കടയിലുള്ളതായാലും വിദ്യാഭ്യാസപരമായി രക്ഷിതാക്കള് ഉയർന്നു നിൽക്കുന്നതായാലും താഴ്ന്നു നിൽക്കുന്നതായാലും. അത് ഉദാഹരണം ഞാൻ പറയാൻ, ഞാൻ കോഴിക്കോടാണ് താമസിക്കുന്നത്. എന്റെ വീടിനടുത്ത് ഒരു തമിഴ് കുട്ടി തമിഴ്നാട്ടിൽ നിന്ന് ഈ വർഷം കേരളത്തിലേക്ക് വരുന്നതാണ്. അവൾക്ക് ഹിന്ദി അറിയില്ല, മലയാളം അറിയില്ല. ഞാനൊരു മലയാള അധ്യാപികയാണ്. അപ്പൊ അയാളുടെ ജോലി എന്ന് പറഞ്ഞാൽ ആക്രി കച്ചവടമാണ്. അവര് വന്നിട്ടാണ് എന്നോട് പറയുന്നത്, ടീച്ചർ ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ, 8ാം ക്ലാസ്സില് ഒരു CBSE ക്ലാസ്സിലേക്ക് അവളെ ആക്കുകയാണ്. അവൾക്ക് മലയാളം അറിയില്ല, പക്ഷെ അവള് നല്ലോണം പഠിക്കുന്നു. അപ്പൊ ആ രക്ഷിതാവ് പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ ഓർക്കുന്നത്, അവൾക്ക് നീറ്റ് എഴുതണോന്നാ ടീച്ചർ അവള് പറയുന്നതെന്ന്. കാരണം 2ാം ക്ലാസ് ചെറുതിലേ അവള് പറയുന്നത് അവൾക്ക് നീറ്റ് എഴുതണം എന്ന് തന്നെയാ. അപ്പൊ നമ്മൾ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുക. കാരണം അവർക്ക് അമ്മയ്ക്ക് ഒരു +2 വിദ്യാഭ്യാസമുണ്ട്, അച്ഛനൊരു വിദ്യാഭ്യാസം ഇല്ല. അപ്പൊ ചില കുട്ടികൾക്ക് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടും അവരുടെ സഹപാഠികളെ കൊണ്ടും അവര് മിങ്കിൾ ചെയ്യുന്ന ആളുകളെ കൊണ്ടും ഒക്കെ കുട്ടികൾ ഉയർന്ന നിലയിൽ പോന്നിട്ടുണ്ട്. എന്റെ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഒരു പാവപ്പെട്ട ഒരുപാട് കുട്ടികൾ ഡോക്ടേഴ്സ് ആയിട്ടുണ്ട്. കാരണം ഞാൻ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിപ്പിച്ചിരുന്നത്. ഇപ്പൊ റിട്ടയർ ചെയ്ത് അച്ഛനായിട്ട് റിട്ടയർ ചെയ്താണ്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പം ഇതൊക്കെ നമുക്ക് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ നിയതമായിട്ട് ഇങ്ങനെ പഠിപ്പിക്കുന്നില്ല. അതിന്റെ കാരണം നമുക്കൊരു പാഠ്യ പദ്ധതിയുണ്ട്, ഒരു കരിക്കുലം ഉണ്ട്. നമുക്ക് ഒരു മാസം ഇത്ര പഠിപ്പിക്കണം, ഇങ്ങനെ ഓരോരുത്തർക്കും ഉണ്ട്. പിന്നെ റിസൾട്ട് എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്.
ഇപ്പൊ അവൻ എന്ത് ഗോള് സെറ്റ് ചെയ്തോ, അവന്റെ ജീവിതത്തിന്റെ ബാലൻസ് അല്ല മീനിങ് പഠിച്ചോ, ജീവിതത്തിന്റെ ബാലൻസ് പഠിച്ചോ, ഇതൊന്നും ആരും പുറം ലോകം നോക്കാറില്ല. അവന് A+ കിട്ടിയോ, ആ സ്കൂളിന് full A+ ആണോ, എന്നാലും ഓക്കെ. ആ full A+ കിട്ടിയ കുട്ടിക്ക് എഴുതാൻ വായിക്കാൻ അറിയോ, അതൊന്നും നോക്കുന്നറില്ല. അപ്പൊ പക്ഷെ അങ്ങനെ കിട്ടുന്ന കുട്ടികള് സാറ് പറഞ്ഞതുകൊണ്ട് തന്നെ ഒരു നല്ല കമ്പനിയിൽ കിട്ടാതെ പോവുകയാണ്. നല്ല +2 വരെ അവന് കിട്ടും. SLC കഴിഞ്ഞ് +2 വിദ്യാഭ്യാസം വരെ അവന് ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ആ കുട്ടികൾ അതിനെ പരാജയപ്പെടുന്നതായിട്ടാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. അവിടെ full A+ കിട്ടാത്ത കുട്ടികൾ കയറിപ്പോവുകയും നല്ല കമ്പനിയിൽ കയറിപ്പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോ എനിക്ക് മറ്റു പല സ്റ്റേറ്റുകളിൽ നടത്തുന്നതിന്റെ കൂട്ട് 5ാം ക്ലാസ്സിൽ ഒരു പൊതുപരീക്ഷയും 8ാം ക്ലാസ്സിൽ എത്തുമ്പോൾ അവൻ ഏതൊക്കെ സ്കില്ലുകൾ ഉണ്ടെന്നനുസരിച്ച് സ്കിൽ ടെസ്റ്റ് നടത്തിയിട്ട് അതിനനുസരിച്ച് 9, 10, 11, 12 ക്ലാസ്സുകളിലേക്ക് അവനെ മാറ്റിക്കൊണ്ടുപോവുകയും ആ കുട്ടിക്ക് ഏതിലാണോ താല്പര്യം ആ താല്പര്യത്തിനനുസരിച്ച് കുട്ടിയെ വിദ്യാഭ്യാസം ചെയ്യിക്കുക. ആ വിദ്യാഭ്യാസത്തിലൂടെ പോയാൽ അതിന് ഏത് തൊഴിൽ മേഖല കിട്ടും, നിനക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയുമെന്നൊക്കെ ഉള്ള ഒരു ബോധത്തോടു കൂടി കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കുട്ടികളെ നേടിയെടുക്കുമെന്ന് എനിക്ക് പറയാനുള്ളത്. അതിന്റെ ഒരു മുന്നോടി എന്നാണ് നമുക്ക് ഇവിടെ ഒരു VHSC ഉണ്ടായത്. +2 വരുന്നതിന് മുന്നേ നമ്മുടെ കേരളത്തിൽ വന്നതാണ് VHSC, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ്. അവിടെ ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം, രക്ഷിതാക്കളുടെ ആഗ്രഹം, കുട്ടികളുടെ ഒരാഗ്രഹം സാധിക്കാതെ പോകുന്ന അവസ്ഥ, അങ്ങനെ എല്ലാം കൂടെ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് നമ്മുടെ സമൂഹം. പിന്നെ എന്റെ സ്കൂൾ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർക്കാനുള്ള ഒരു കാര്യം, അത്യാവശ്യം എന്റെ ഹാൻഡ് റൈറ്റിംഗ് നല്ലതാണ്. അതിന് ഉത്തരവാദി എന്റെ ഒരു തങ്കപ്പ സാറാണെന്ന് ഞാൻ എന്റെ നെഞ്ച് കൈവച്ചുകൊണ്ട് എന്നും പറയും. കാരണം ഞാൻ കോപ്പി എഴുതിപ്പോ ഒരു ദിവസം H പകരം ഞാൻ N എഴുതിപ്പോയി. ആ N എഴുതിപ്പോന്ന 4ാം ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുക, അതുവരെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നില്ല. അവിടെ ആൽഫബറ്റ്സ് മാത്രമേ പഠിക്കുന്നുള്ളൂ. അതിന് സാറ് നല്ലൊരു അടിയെന്ന് അടിച്ചപ്പോ ഞാൻ കൈവലിച്ചപ്പോ എന്റെ കൈ അങ്ങ് പൊട്ടിപ്പോയി സാർ. ഇവിടെ തന്നെയാണ് പൊട്ടിയത്. അത്യാവശ്യം ഒരു വെളുത്ത കുട്ടിയായിരുന്നു. ഞാൻ വീട്ടിൽ ചെന്നപ്പം അച്ഛനും അമ്മയ്ക്കും ഇത് കണ്ടപ്പോ വളരെ സങ്കടം വന്ന്. അവര് അധ്യാപകന്റെ അടുത്ത് പോയി ചോദിക്കണം എന്നുള്ള ഒരു ചൂടിലൊക്കെ ആയിരുന്നു കണ്ടപ്പോ. പിന്നെ എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോ അവർക്ക് തന്നെ മനസ്സിലായി, അവർക്ക് ഇത്തിരി അടി കിട്ടിയാലും വേണ്ടില്ല, അവളെ അക്ഷരങ്ങൾ നന്നായിക്കോട്ടെ എന്ന് ചോദിച്ചതൊന്നുമില്ല. അപ്പൊ ആ ഒരു നല്ല ഓർമ്മ എന്റെ മനസ്സിലുണ്ട്. പക്ഷെ നമ്മൾ ആൾക്കാരെ അധ്യാപകരെ കുറിച്ച് പറയുമ്പോ എപ്പോഴും ഈ അവർക്ക് വിഷമം തോന്നുന്ന കാര്യങ്ങളാണ് പറയുന്നത്. കാരണം നമ്മുടെ മനസ്സിലത്തെ നെഗറ്റിവിറ്റി ആണല്ലോ എപ്പോഴും നമ്മൾ പറയുക. ആ നെഗറ്റീവിനെ നമ്മൾ എങ്ങനെ പോസിറ്റീവ് ആക്കാമെന്ന് നമ്മൾ ചിന്തിക്കാം. അത് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. പക്ഷെ അങ്ങനെ നല്ല അധ്യാപകർ ഒരുപാടുണ്ട് ആ അടിയിലൂടെ. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാതെ വയ്യ സാർ, അന്ന് അധ്യാപകൻ അടിച്ചാലും അടിച്ചില്ലേലും അധ്യാപകന്റെ കയ്യിൽ വടി ഇരുന്നാ മതി, ആ ക്ലാസ് സൈലന്റാ, നിശബ്ദമാണ്. അടിക്കൊന്നും വേണ്ട, ആ ഒരു വടി കൊണ്ട് മേശപ്പുറത്ത് വെച്ചാൽ കുട്ടികള് നിശബ്ദമായി നാളെ പഠിക്കേണ്ടി വരാനുള്ള ഇന്ന് അതൊന്നുമില്ല. ഇന്ന് കുട്ടികൾക്ക് അവകാശങ്ങളേ ഉള്ളൂ, അവരുടെ കടമകളെ കുറിച്ച് അറിയില്ല. അത് നമുക്ക് മാറി വന്ന ഓരോ ഭരണപരിഷ്കാരങ്ങളോ ഓരോ പദ്ധതികളോ ആണ് കുട്ടികളുടെ അവകാശങ്ങൾ, എവിടെയൊക്കെ കേസ് കൊടുക്കണം, എന്തൊക്കെ പീഡനങ്ങൾ അനുഭവിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ നല്ലതാണ്. പക്ഷെ കുട്ടികൾ മറ്റുള്ളവർ മനസ്സിലാക്കുന്ന അതിന്റെ ചീത്തവശങ്ങളാണ്. അപ്പൊ അതൊക്കെ ഒന്ന് മാറി അതിനൊക്കെ ഒരു പൊതുവായ ഒരു അവബോധം സമൂഹത്തിൽ വന്നാല് സാറ് പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം വരും. എനിക്ക് പറയാനുള്ള ശരി ശരി ഓക്കെ. താങ്ക് യു മാം, താങ്ക് യു. വളരെ മനോഹരമായി. ഷാജി മാത്യു സാർ കേൾക്കുന്നുണ്ടോ? സരസ്വതി മാം, ജോഷി സാർ, നാഷ്. ഞാൻ പറയാം. അനിൽകുമാർ സാർ പറയും. ജെയിംസ് ജോസഫ് സാറിന്റെ ഇന്നത്തെ ക്ലാസ് വളരെ എക്സലന്റ് ആയിരുന്നു. വളരെ നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. കാരണം നമ്മളെല്ലാം പഠിച്ച് ഈ നിലയിലേക്ക് ആയെന്ന് പറഞ്ഞാൽ ഒത്തിരി പേർക്ക് ഈ മാതിരി കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല. ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ, സാർ ആ പോയിന്റുകളെല്ലാം വളരെ വിശദമായിട്ട് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് എനിക്കൊന്നുമില്ല, പഠിച്ചെങ്കിൽ പോരുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ പറഞ്ഞ അതുപോലെ നമ്മുടെ ബാലൻസും സാറൊക്കെ എല്ലാ കാര്യങ്ങളും വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല. ആ മാനേജ്മെന്റും പിന്നെ പവർ കമ്മ്യൂണിക്കേഷന് വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതൊക്കെ ഇങ്ങനെ വേണമെന്നുള്ളത് അതിനൊരു പ്രോത്സാഹനം തന്നിട്ടില്ല നമ്മുടെ പഴയ സ്കൂളുകളിൽ മറ്റുമൊക്കെ ആയിട്ട്. പവർ ഓഫ് ആറ്റിറ്റ്യൂഡ്, ഇതിനൊന്നും പറയുന്നത് എല്ലാം നല്ലത് തന്നെ. ഇതെല്ലാവർക്കും നല്ലൊരു ഇൻസൈറ്റ് ആണ് എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ സുധോധന സാറ് പറഞ്ഞ പോലെ ഞാൻ എൻ്റെ മനസ്സിൽ സാർ ഈ കാര്യം പറഞ്ഞപ്പോഴും അതുപോലെ നമ്മുടെ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു. സുധോധന സാറെന്ന് തോന്നുന്നു, ആ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് സാർ പറഞ്ഞത് എന്നെ രാവിലെ ആ മനോരമ പേപ്പറിൽ കണ്ടപ്പോഴേ ആ പാട് ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. കാരണം അന്ന് ആ ടീച്ചർ, അതുപോലെ എനിക്കും ചെറിയൊരു അനുഭവം ഉണ്ടായിരുന്നു. പക്ഷെ അതെനിക്കൊരു പ്രചോദനമായി തീരുകയും ചെയ്തു.
4 പഠിക്കുമ്പോഴാണ് ഈ ചുമരയും മഞ്ഞ എല്ലാം കൂടെ എനിക്ക് ഏകദേശം അറിയാവുന്ന. സാറ് ചോദിക്കുകയും അടി തുടങ്ങിയപ്പോൾ എനിക്ക് ചുമര എന്താന്ന് പോലും തെറ്റുന്നു, മഞ്ഞ എന്താന്ന് തെറ്റുന്നു. മടി മേടിച്ച് ഞാൻ കണ്ണീര് ഒലിപ്പിച്ച കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കാം. ചെറുപ്പക്കാരൻ സാറാണ്, പക്ഷെ അതൊരു വാശി പോലെ എനിക്ക് ഉണ്ടായോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഞാൻ പഠിച്ച് ദൈവാനുഗ്രഹത്താൽ MA വരെയുള്ള ക്ലാസ്സുകൾ പഠിപ്പിക്കാൻ ദൈവം എനിക്കൊരു അനുഗ്രഹം തന്നു. പക്ഷെ അത് വാശിയല്ല. ഒന്നാമത് കുട്ടികൾക്ക് ഈ പിന്നെ ജീവിതത്തിൽ ഞാൻ ഈ ഇടയ്ക്ക് ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് ഈ സ്കൂളിൽ ചെന്നപ്പോൾ 2 കുട്ടികൾ ഇതുപോലെ നിന്ന് വിഷമിക്കുക. അവിടുത്തെ ടീച്ചർമാരും എല്ലാവരും ഓടി വന്നു, സാറ് ഒന്ന് ആ പിള്ളേരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം അവർ 9ാം ക്ലാസ്സിലൊക്കെ നല്ല മാർക്ക് മേടിച്ച കുട്ടികളാണ്. ഇപ്പൊ അവർക്ക് ഒട്ടും പഠിക്കാൻ മേല, അതുകൊണ്ട് വലിയ ടെൻഷനാണ്. സാറും കൂടി ഒന്ന് പറയണം. നമ്മളെക്കാൾ കാര്യമായിട്ടാണ് അവർ വിലയിരുത്തിയിരിക്കുന്നത്. അപ്പൊ അവിടുന്ന് ഒരു പാർട്ടി എന്നോട് വന്ന് പറഞ്ഞു, സാറും കൂടി വരണം. ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ ഇതൊന്നും വലിയ പ്രശ്നമല്ല, ഈ ടീച്ചറോ ഞാനും ഒന്നും ഫസ്റ്റ് ക്ലാസ്സുകാരും ഫസ്റ്റ് റാങ്കുകാരും ഒന്നും അല്ല. ചോദിച്ചു നോക്കും ടീച്ചർമാരോട്. അതുകൊണ്ട് റാങ്കും ഈ മുഴുവൻ A+ ഒന്നുമല്ല ജീവിതത്തിൽ. ഓട്ടോ ഒഴിച്ച് ഓരോരുത്തർ ജീവിക്കുന്നില്ലേ. ഈ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉള്ളതാ. ഇങ്ങനെ നമ്മൾ കുറെ ഇൻസൈറ്റ് അവർക്ക് കൊടുക്കാൻ അധ്യാപകർക്ക് വളരെയധികം കടപ്പാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് അവർ ചെയ്യുന്നില്ല. അന്നത്തെ സാഹചര്യങ്ങൾ ഇതാ, അവർ പഠിച്ചു വെച്ചിരിക്കുന്ന അധ്യാപനം ഇതാ. പിന്നെ ഇന്നത്തെ പോലെ വായനകളില്ലല്ലോ. ഇന്ന് തന്നെയാണെങ്കിൽ നമ്മുടെ PSCക്ക് വേണ്ടി കോച്ചിങ് ഒക്കെ നടത്തുന്ന ഒരു മാതൃഭൂമി എന്തൊരു പേപ്പർ ഉണ്ടായിരുന്നു, മാതൃഭൂമിയുടെ ഒരു തൊഴിൽ വാർത്തയാണ്. അതിൻ്റെ അകത്ത് അരുൺ P. നായർ എന്ന് പറഞ്ഞ ഒരു സൈക്കാട്രി എഴുതിയിരിക്കുന്നത് മികച്ച റാങ്കിൽ എത്താൻ എന്ത് ചെയ്യണം. അതിന് ദൃശ്യസ്മൃതി, നമ്മൾ ഇംഗ്ലീഷ് പറയുന്ന വിഷ്വലൈസേഷൻ, ആ കാര്യങ്ങളൊക്കെ ഇപ്പൊ പറഞ്ഞു കൊടുക്കണ്ട. അന്നില്ല, നമ്മൾ പഠിക്കുന്ന കാലത്തൊന്നും ഇല്ല. ജെയിംസ് ജോസഫ് സാറും ഞാൻ പഠിക്കുന്ന കാലത്ത് നമുക്കറിയത്തില്ല. ഇതെല്ലാം നമ്മൾ പഠിക്കും. പിന്നെ ഈ ജീവിത പ്രശ്നങ്ങളെ നേരിടാൻ കൂടി അധ്യാപകർ പഠിപ്പിക്കണം. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ കട്ടപ്പന ജോലി ചെയ്യുന്ന സമയത്ത് ഒരു 10ാം ക്ലാസ് അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു പെൺകുട്ടി നല്ലപോലെ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഇവിടെ വന്ന് ഞങ്ങൾ ട്രാൻസ്ഫർ ആയി കോട്ടയത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ആ കുട്ടി ആത്മഹത്യ ചെയ്യുന്നു. കാര്യത്തിനാ തോൽവിയെ നേരിടാൻ പഠിക്കണം കുട്ടികൾ. തോൽക്കാൻ പഠിക്കണം, ജയിക്കാൻ മാത്രം പഠിച്ചാൽ പോരാ അല്ലേ? തോൽവിയെ അതിജീവിക്കാൻ പഠിക്കണം. നമുക്കൊക്കെ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഇല്ലാത്തൊരു ആരുമില്ല. അതും അവരെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കണം. പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്, ഒരാൾ പോലും ഇല്ല. അത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അധ്യാപകരോ വേണ്ടപ്പെട്ടവരോ വേണം. അതുമല്ല ഇപ്പൊ കൗൺസിലേഴ്സ് ഉണ്ട്, ഇതെല്ലായിടത്തും കിട്ടും. ജില്ലാ ആശുപത്രി, മെഡിക്കൽ കോളേജ്, ഹോമിയോ ആശുപത്രി ജില്ലയില് ഇതെല്ലാം ഉണ്ടെന്ന് അവർക്ക് ഒരു അവബോധം നമ്മുടെ മാതാപിതാക്കളും അതോടൊപ്പം തന്നെ അധ്യാപകരും കൊടുക്കണം, നമ്മളെ പോലുള്ളവരും കൊടുക്കണം. അപ്പൊ എനിക്കിത്രയേ ഉള്ളൂ. സാറിന്റെ ക്ലാസ് വളരെ നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ്, കുട്ടികൾക്ക് കൊടുക്കേണ്ടതാണ്, നമ്മുടെ അയൽപക്കത്തുള്ളവർക്ക് കൊടുക്കേണ്ടതാണ്. അത് മാത്രമാണ് ഇന്നത്തെ ചീഫ് ജസ്റ്റിസിന്റെ ആ വാചകം പേപ്പറിനകത്ത് തന്നെ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്. അത് എനിക്ക് ആ പോറൽ കിട്ടിയൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഒത്തിരി പ്രോത്സാഹനം തന്ന സാറന്മാരും ഉണ്ടല്ലോ. 10ലൊക്കെ പഠിക്കും ബാബു സാറ് എന്നെ അടുത്തിരുത്തി. ഞാൻ ഇച്ചിരി ഉഴപ്പൊക്കെ ഉണ്ടായി, പാട്ടും ബഹളമൊക്കെ ആയിരുന്നപ്പോഴത്തേക്ക് ഈ വന്ന് ഈ ഇങ്ങനെ ആയാലും ഇതിനോടൊരു സ്നേഹമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഞാൻ പറയാം, നീ കോളേജിൽ പോയ സുഖമാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രോത്സാഹനവും. MAക്ക് പരീക്ഷ എഴുതുമ്പോൾ ആ ഒരു വാക്കിൽ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, സാറേ ഞാൻ പരീക്ഷ എഴുതാൻ പോവാണ്, നീ ഇങ്ങ് വാ, എൻ്റെ അടുത്ത് വാ, എന്നെ വന്ന് കാണ്. സാറ് ഉടനെ തന്നെ അവിടെ എന്നെ കൊണ്ടുവന്ന് കാപ്പിയൊക്കെ മേടിച്ചു തന്ന് ജയിക്കും. ആ പ്രോത്സാഹനവും അദ്ദേഹത്തിന്റെ ആ ഇൻസ്പിറേഷനും ഇതൊക്കെ എനിക്ക് വളരെ പ്രയോജനപ്പെട്ടു. അതാണ് നമ്മുടെ അധ്യാപന നിലയ്ക്ക് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് ഇൻസ്പിറേഷൻ ആൻഡ് അപ്രീസിയേഷൻ. ജീവിത പ്രശ്നങ്ങളെ നേരിടാൻ പഠിപ്പിക്കുക. എല്ലാം നിസ്സാരമാണെന്ന് പറയാം, അതില്ലാത്തവരില്ല. നമുക്ക് അതെല്ലാം ജീവിക്കാൻ സാധിക്കണം. എങ്ങനെ ഈ കാര്യത്തിലൊക്കെ നമ്മളെ ചിന്തിപ്പിക്കാൻ സാറ് പറഞ്ഞതിൻ്റെ അകത്തെല്ലാം ഉണ്ട്. അതുകൊണ്ട് സാറിന്റെ ക്ലാസ് വളരെ എക്സലന്റ് പ്രസന്റേഷൻ ആയിരുന്നു, നമ്മളെ ഇങ്ങനെ ചിന്തിപ്പിച്ചു. എല്ലാ ആശംസകളും ഇതിനെല്ലാം കാരണം ദൈവം, അത് കഴിഞ്ഞ് നമ്മുടെ സാബു സാറിനാണ്. അവർക്ക് എല്ലാം ദൈവം നൽകട്ടെ, എല്ലാ അനുഗ്രഹവും നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. വേറെ ആരാ പറയുന്നേ? ജെയിംസ് സാറ് പ്രത്യേകം അഭിനന്ദനങ്ങൾ. സാറിന്റെ ക്ലാസ് ഏതൊക്കെ ഭാഗം സ്പർശിച്ചു, അത് ഏത് രീതിയിൽ ഗുണകരമായി എന്ന് ഇനിയും ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. കാരണം ഇതിൻ്റെ അകത്ത് നിരവധി അധ്യാപകര്, അതിൽ തന്നെ പ്രിൻസിപ്പൽമാരായിരുന്നവര്, കോളേജ് അധ്യാപകരായിരുന്നവര്, സ്കൂളിൽ അച്ഛന്മാരായിരുന്നവരൊക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് അഭിപ്രായങ്ങൾ പറഞ്ഞു പോയത്. എനിക്ക് സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബന്ധം പറയാനുള്ളത്, കൃത്യമായിട്ടുള്ള ഞാനൊരു സ്കൂളിലെ PTA പ്രസിഡന്റായിട്ട് കുറെ വർഷങ്ങളിരുന്നു. എൻ്റെ കൊച്ചൻ അവിടെ ചേർന്ന കാലം മുതൽ അവനവിടുന്ന് പിരിയുന്നത് വരെയും എന്നെ തന്നെ പ്രസിഡന്റാക്കി. അത് എനിക്ക്
അന്ന് മനസ്സിലായിട്ടുണ്ട്, പിന്നീട് മനസ്സിലായിട്ടുണ്ട്. വലിയ ശല്യം ഒന്നും ചെയ്യാതെ ഇവരോട് ചേർന്ന് പോകുന്ന ഒരാളിനെ വേണം. വേറെ ആളുകൾ വന്നു കഴിഞ്ഞാലൊക്കെ പ്രശ്നമാകുന്നുണ്ട്. മാനേജ്മെന്റിനും താല്പര്യമുള്ള ആള്, ഇതെനിക്കും അറിയാവുന്നതുകൊണ്ട് ഞാനും വലിയ ശല്യമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നമുക്ക് അധികമൊന്നും ഈ PTA-ക്ക് പ്രത്യേകിച്ച് എയ്ഡഡ് സ്കൂളുകളില് ഈ സ്കൂളുകളിലൊന്നും ചെയ്യാനില്ല. അല്ലെങ്കിൽ ചെയ്യാനുണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടാൽ കലാപത്തിലേക്ക് നീങ്ങാനാണ് സാധ്യത. ഇതാണ് എനിക്കുണ്ടായിരിക്കുന്ന ഒരു സംഗതി. എന്ന് വെച്ചാൽ എനിക്ക് നിരാശയോ വിഷമോ ഹെഡ്മാസ്റ്റർമാരോടൊന്നും ഇന്ന് തോന്നുന്നുമില്ല കേട്ടോ. അവരൊക്കെ നല്ലതിന് വേണ്ടിയാണ് അങ്ങനെയുള്ള നിലപാടെടുത്തത് എന്നുള്ള ഒരു വിചാരത്തിൽ കഴിഞ്ഞുകൂടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തില് എന്നെ ഇന്ന് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നത്, എന്നെ അകാരണമായിട്ട് തല്ലിയ, ഇന്ന് ഈ ചീഫ് ജസ്റ്റിസ് എന്ന് പറഞ്ഞതുപോലെ ഒരു കാര്യം ഇല്ലെന്ന് പറഞ്ഞാൽ ഞാനൊരു മോണിറ്ററായി പോയി എന്നുള്ളതിന്റെ പേരിലാണ്. അന്നത്തെ കാലത്തൊക്കെ നല്ല രീതിയിൽ മോണിറ്റർമാർ ബലിയാടാകുമായിരുന്നു എല്ലാത്തിനും. അപ്പൊ ഈ പിള്ളേര് കിടന്നുകൊണ്ട് ഒച്ച വെച്ചു. അപ്പുറത്തെ സാറ് വന്ന് ആരാടാ ഇവിടുത്തെ മോണിറ്റർ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മൾ വലിയ ബഹുമതിയോട് കൂടി വളരെ എഴുന്നേറ്റ് നിന്നു. എഴുന്നേറ്റ് എന്ന് വെച്ചാൽ എന്നോട് നീ പോയ ഒരു കാര്യം ചെയ്യും, ഒരു വടിയും എടുത്തോണ്ട് വരാൻ. എടുത്തോണ്ട് വന്ന വടിക്ക് എനിക്കിട്ട് തന്നെ എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ എന്തുകൊണ്ടാണ് പേരെഴുതാഞ്ഞത്, അതിനാണ് നിനക്കിട്ട് തല്ലിയെന്ന് പറഞ്ഞു. അപ്പൊ ഞാനിപ്പോഴും ഓർക്കുന്നു, വളരെ ക്രൂരമായ മർദ്ദനമായിരുന്നു. അതത്രയും പറഞ്ഞല്ലോ സാറേ, അത് നന്നായി, പറയാതെ അടിച്ചിട്ട്. അപ്പൊ ഇപ്പൊ ഞാനത് ഓർക്കുകയാണ്. പിന്നെ എനിക്ക് വേദനിപ്പിച്ചിട്ടുള്ളത്, മനസ്സിലാക്കിയിട്ടുള്ള ഒരു സംഗതി, ജോർജ് സാർ ഇവിടെ അത് പറഞ്ഞു. ഈ അധ്യാപകരുടെ പിള്ളേര്, അന്നൊക്കെ അധ്യാപകരുടെ പിള്ളേരും ഞങ്ങളെ പോലെയുള്ള എയ്ഡഡ് സ്കൂളിൽ പഠിക്കും. ഇന്ന് പിന്നെ അധ്യാപകരുടെ പിള്ളേരും അവിടെ പഠിക്കുന്നില്ല. അവരോടൊരു പ്രത്യേക സ്നേഹം, പിന്നെ വേറെ ചില വീട്ടിലെ പിള്ളേരോട് വേറെ കുറച്ച് സ്നേഹം. ഇത് നമ്മളെ അന്നും ചെറിയ തോതിലൊക്കെ വേദനിപ്പിക്കും. ഇന്ന് പിന്നൊക്കെ തോന്നും, ചിന്തിക്കുമ്പോ കുറെ തമാശയും കുറെ അധികം ഇതെല്ലാം നമുക്ക് ഇപ്പൊ തോന്നുന്ന സംഗതിയാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ്. അത് എല്ലാവർക്കും അവർക്കും അറിയാമായിരിക്കും എന്തുകൊണ്ടാണോ ചില വൈകല്യങ്ങളായിരിക്കാം അങ്ങനെയൊക്കെ ചെയ്തു പോകുന്നു എന്നുള്ളത്. പിന്നീട് ഈ ക്ലാസിന്റെ ഇതിവൃത്തം, സമൂഹത്തിന്റെ നന്മയാണല്ലോ നമ്മളെല്ലാവരും കരുതുന്നത്, കുട്ടികളുടെ എബിലിറ്റി വർദ്ധിപ്പിക്കുക. അതില് ഞാൻ ഇന്ന് ചിന്തിക്കുമ്പോ അതിൽ അധ്യാപകർ മാത്രമൊന്നും അല്ല കുറ്റക്കാരെന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട്. ഇവിടെ കരിക്കുലം ഒക്കെ വളരെ പല രീതിയിൽ പല കാലഘട്ടങ്ങളിലൊക്കെ പിന്നെ വികസിപ്പിച്ചിട്ടുണ്ട്. പുതിയ നൂതന ആശയങ്ങൾ പലത് കൊണ്ടുവന്നിട്ടുണ്ട്. പല രീതിയിൽ അതിനുള്ള പ്രതികരണങ്ങൾ സമൂഹത്തിൽ ഉണ്ടായിട്ടുമുണ്ട്. ഇപ്പൊ ആ ടീച്ചർ പറഞ്ഞപ്പോൾ DPEPയെ കുറിച്ച് പറഞ്ഞു. DPEP ഒരുപാട് പരാതികളും വഴികളും കേട്ടിട്ടുള്ള ഒരു സാധനമാണ്. ടീച്ചറിന് അതൊരു നല്ല കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. ചില അംശങ്ങൾ അതിനകത്ത് നല്ലതുണ്ട് താനും. ഏതായാലും അതിന്റെ അത്തരം ചർച്ചകളിലേക്ക് ഞാൻ പോകുന്നില്ല. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് നല്ലൊരു പങ്കിൽ കുറ്റക്കാര് വീട്ടിലുള്ളവരാണ്. അതിൽ മാതാപിതാക്കളും മറ്റുള്ളവരാണ്. വീട്ടിൽ ഒരു കാര്യവും കുട്ടികൾക്ക് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു നൽകുന്നില്ല. നമ്മൾ പല കാര്യങ്ങളും പഠിച്ചത് ഈ സ്കൂളിലെ മഹത്വം കൊണ്ടും സ്കൂളിൽ നിന്നൊന്നുമല്ല. നമ്മൾ പലതും പഠിച്ചത് വീട്ടിൽ നിന്ന്. അതായത് ഒരു പീഡിയക്കടയില് 5 രൂപയുമായിട്ട് വിട്ട് ഒരു സാധനം വാങ്ങാൻ ഇന്ന് ചെയ്യിപ്പിക്കുന്നില്ല. ആ ഒരു ഒറ്റ കാര്യം കൊണ്ട് തന്നെ എന്തെല്ലാം കാര്യം കൊച്ചു പഠിക്കും. അതുപോലെ തന്നെ കടയിൽ നിന്നൊരു സാധനം വില ചോദിച്ചിട്ട് വാങ്ങാൻ, വില ചോദിച്ചിട്ട് കയ്യിലിരിക്കുന്ന കാശുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിന് എത്ര ഗ്രാം വീതം ഇത് വാങ്ങിച്ചാൽ പറ്റും എന്ന് ചിന്തിക്കാൻ ഇന്ന് ആരെയും പഠിപ്പിക്കുക. ഇതിനൊക്കെ സാറിനെ കുറ്റം പറഞ്ഞൊരു കാര്യമുണ്ടോ? വീട്ടിൽ ഒരു കാര്യവും നമ്മൾ ചെയ്യിപ്പിക്കുന്നില്ല, ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നില്ല. എല്ലാരെയും റാങ്കുകാരാക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ്. അത് തന്നെയാണ് സാറന്മാരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ എല്ലാം A+ എങ്ങനെയെങ്കിലും ഉരുട്ടിക്കയറ്റി കൊടുക്കാവുന്നുണ്ടെങ്കിൽ പേരൻസിനും ഭയങ്കര സന്തോഷം. ഇവരെ ജീവിക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ? അതിൽ കുടുംബം, മതം, ഈ പറയുന്ന സ്കൂള്, ഇതെല്ലാം കൂടെ ചേർന്ന് തന്നെ പ്രവർത്തിക്കേണ്ടതാണ്. സാറിന് എന്ത് കുന്തമാണ് ചെയ്യാൻ പറ്റുക? ഇന്ന് പ്രത്യേകിച്ച് വടിയെടുത്ത പ്രശ്നമാണ്. സാറന്മാർക്ക് സാറന്മാരെക്കാൾ നല്ല കാര്യം ഈ കാര്യങ്ങളിലൊക്കെ വളരെ അവയറാണ്. ഈ സാറിനിട്ട് എവിടെയാണ് പിന്നെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് പിള്ളേർക്കറിയാം. പ്രത്യേകിച്ച് പീഡനത്തെ കുറിച്ചൊക്കെ ഈ കൊച്ചു ക്ലാസ്സിൽ തന്നെ അറിയാം. സാറിനെ കുരുക്കാനായിട്ട് അറിയാം. അല്ലെങ്കിൽ
മർദ്ദിക്കാൻ പിള്ളേര് പോലും ചിലപ്പം വീട്ടിൽ പറയുമല്ലോ, ബാലപീഡനം ഞങ്ങള് കേസ് കൊടുക്കുമെന്ന് ഒക്കെ തമാശക്ക് പോലും ഈ പറയുന്ന പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് എല്ലാവരുടെയും കൂടി ഒരു 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 കൂട്ടായ യജ്ഞമായിട്ട് വന്ന് ചെയ്യേണ്ടതാണ്. കുട്ടികളെയൊക്കെ വീട്ടിലൊക്കെ ചില ജോലികൾ ചെയ്യിപ്പിക്കണം. പലതും അറിയില്ല, പിന്നെ ന്യൂസ് കാണുന്നില്ല, പത്രം വായിക്കുന്നില്ല, ഒന്നുമില്ല. കൊച്ചു TV കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ ഗെയിം കളിക്കുന്നുണ്ടാവും, കുറെ പരിപാടികൾ പിള്ളേരെ ഏൽപ്പിച്ചങ്ങ് വിട്ടിരിക്കുക. എന്നിട്ട് പലതുമൊക്കെ ഈ കമ്പ്യൂട്ടറിലോ ഫോണിലോ ഒക്കെ അറിയാമെങ്കിൽ എൻ്റെ കൊച്ചിന് ഒത്തിരി കാര്യം അറിയാവുന്നുള്ള ഒരു തരം വല്ലാത്ത കുങ്കും ഒക്കെ നമ്മളും പുലർത്തി ജീവിക്കുന്നു. ഏതായാലും സാറിന്റെ ഇതുപോലെയുള്ള പ്രബലമായ ക്ലാസ്സുകൾ ആളുകൾ കേൾക്കട്ടെ. ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഗുണങ്ങളുണ്ടാവും. എവിടെങ്കിലുമൊക്കെ ചെന്ന് പതിക്കും, അത് എപ്പോഴെങ്കിലും കിളുക്കും. തീർച്ചയായിട്ടും എല്ലാവിധ ഭാവങ്ങളും. നന്ദി. താങ്ക് യു. പണ്ട് പറയുന്ന പോലെ രാജാവ്, പിന്നെ അടിമ, പിന്നെ കൂട്ടുകാരൻ, ആ സിസ്റ്റം വീണ്ടും ഇംപ്ലിമെന്റ് ചെയ്യണം. തീരെ കുഞ്ഞുങ്ങളെ രാജാവിനെ പോലെ കാണണമെന്നും, പിന്നെ അടിമയെ പോലെ കാണുന്നു, പിന്നെ കൂട്ടുകാരനെ 5 വയസ്സ് വരെ 10 വയസ്സ് വരെ 5 വയസ്സ് വരെ രാജാക്കന്മാര്. പിന്നെയോ 5 വയസ്സ് മുതല് 10 വയസ്സ് വരെ മന്ത്രിമാരാണ്. അടിമയെ പോലെ. അടിമ 15 വയസ്സ് 15 വയസ്സ് വരെ പ്രജകൾ, 15 വയസ്സ് മുതൽ പ്രജകൾ, അങ്ങനെ എന്തോ. സാബു സാറേ നമസ്കാരം. ജെയിംസ് ജോസഫ് സാറേ, ഏതായാലും സാറ് നല്ലൊരു അധ്യാപകനാണ്. ഞാൻ ഒരു യാത്രയിലായിരുന്നു സാറേ, ഞാനിപ്പോ വന്നിട്ട് ഒരു 5 മിനിറ്റ് ആയതേ ഉള്ളൂ. അപ്പൊ ഇടയ്ക്ക് റേഞ്ച് പോയിരുന്നു കാറിൽ വരുമ്പോ. അപ്പം നല്ലൊരു അധ്യാപകനായിരുന്നു. പക്ഷെ അതിലുപരി റവന്യൂവിലുള്ള നല്ലൊരു ഉദ്യോഗസ്ഥനെ നഷ്ടമായേനെ അധ്യാപകനായിരുന്നെങ്കിൽ. ഇപ്പോഴും അധ്യാപകനാണ്, അതുകൊണ്ട് നമുക്ക് സന്തോഷം. ഞാൻ പഠിച്ചത് കാസർഗോഡ് മെഡോണ UP സ്കൂളിലാണ് സാറേ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു സ്കൂള് മെഡോണ UP സ്കൂളായിരുന്നു. കാസർഗോഡിന്റെ ഹൃദയഭാഗത്ത് ഏറ്റവും നല്ലൊരു സ്കൂൾ അതേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. പഠിക്കുമ്പോ തന്നെ നമ്മള് സാധാരണ സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാല് പൂക്കൾ ഉണ്ടാക്കല്, ചൂലുണ്ടാക്കല്, തുന്നൽ വേല, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കും വിദ്യാഭ്യാസത്തിനോടൊന്നിച്ച്. അതുകൊണ്ട് തന്നെ വീട്ടിലെത്തിയാലും നമുക്ക് ചെറിയ ചെറിയ പണികൾ ഉണ്ടാവും. കാരണം ജനലടക്കൽ, കൊതുക് വരുന്നതിന് മുമ്പ് ജനലടക്കണം, അതുപോലെ വെള്ളം കോരണം, മുറ്റടിക്കണം, ഇങ്ങനെയുള്ള പണികളെല്ലാം ചെറുപ്പത്തിലേ ഇങ്ങനെ പെൺകുട്ടികൾക്ക് അവിടെ മാറ്റിവെക്കുന്ന പണികളാണ്. അപ്പൊ സ്കൂളിലെത്തുമ്പോ തന്നെ എല്ലാ ടീച്ചേഴ്സിനെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് പറയും. എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് വീട്ടിലുള്ള റോസാപ്പൂ കൊണ്ടായിട്ട് ഇഷ്ടമുള്ള ടീച്ചർക്ക് കൊടുക്കും ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട്, ടീച്ചർ പൂ. അപ്പൊ നമ്മള് ഒന്ന് പുറത്ത് കെട്ടിയിട്ട് അതെല്ലാം ടീച്ചർ തൊടുക എന്ന് വെച്ചാൽ എന്നാലും ഭയങ്കര ഒരു സംഭവമാണ്. അതുപോലെ തന്നെ പരസ്പരം സഹായിക്കാൻ പഠിപ്പിക്കുന്നത് ആ സ്കൂളാണ്. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ എന്തെങ്കിലും കിട്ടിയാൽ ഷെയർ ചെയ്ത് കഴിക്കണം എന്നും പഠിപ്പിച്ചത് ആ സ്കൂളാണ് സാറേ. പിന്നെ ഈ പറഞ്ഞ പോലെ പാർഷ്യാലിറ്റി പണ്ടേ ഉണ്ട് കുട്ടികൾക്ക്. അതായത് സംസാരിക്കുന്ന കുട്ടികളെ പേര് എഴുതണം എന്ന് പറഞ്ഞിട്ട് ടീച്ചർ അപ്പുറത്തെ ക്ലാസ്സിൽ പോകുമ്പോഴത്തേക്ക് പേര് എഴുതിയാൽ ചിലപ്പം തട്ടിപ്പൊക്കെ ഉണ്ടാവും. കാരണം നെല്ലിക്ക കൊടുക്കുന്നവർക്ക്, പുളിങ്കുരു കൊടുക്കുന്നവർക്ക്, പേന കൊടുക്കുന്നവർക്ക്, പെൻസിൽ കൊടുക്കുന്നവര് അവരെ പേരൊന്നും കാണത്തേ ഇല്ല ആ കടലാസില്. അതുപോലെ തന്നെ ലൈഫിൽ ഒരു നല്ല ജോലി കിട്ടിയിരുന്നു. അത് ആദ്യം ക്ലാർക്കായിട്ട് കയറിയിട്ടാകുമ്പോ എനിക്ക് തോന്നി എൻ്റെ അമ്മോ സമാധാനമായി, പഠിച്ചെല്ലാം കഴിഞ്ഞില്ല, ഒരു ജോലിയായിട്ട്. പിന്നീട് അറിയുന്ന ഡിപ്പാർട്ട്മെന്റിൽ കുറെ പരീക്ഷകൾ ഉണ്ട് എന്നുള്ളത്. അതില് പിന്നെ 7 പരീക്ഷകൾ ഉണ്ടായിരുന്നു. ഞാൻ 7ഉം 4ഉം പിന്നെ എഴുതിയെടുത്തു. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് KSR കുറച്ച് പേടിയുള്ളതാണ് കണക്ക്. പക്ഷെ പിന്നെ ആ പഠിക്കുന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത് ഒരു ട്രഷറിയിൽ ഒരു സാറ് ട്യൂഷൻ എടുത്ത് തന്നപ്പോ കണക്ക് ഇത്ര വലിയ പേടിക്കേണ്ട സബ്ജക്റ്റ് ഒന്നും അല്ല എന്നുള്ളത്. അപ്പൊ എന്തായാലും ഞാൻ അതിന്റെ ഹയറും കൂടി എഴുതിയെടുത്തു. അതുപോലെ പൊതുജനങ്ങളോട് ജോലി ചെയ്യുമ്പോൾ തന്നെ പൊതുജനങ്ങളോട് ഞാൻ സിമ്പതി കാണിക്കുമായിരുന്നു സാറേ. ഇപ്പം ഏതെങ്കിലും ഓഫീസിൽ പോയിട്ട് അങ്ങനെ ഒരു മനോഭാവം ആരോടെങ്കിലും നമ്മളെ മുമ്പിൽ വെച്ചിട്ട് കാണിക്കാതിരിക്കുമ്പോൾ എനിക്കത് സങ്കടം തോന്നാറുണ്ട്. പിന്നെ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ സെൽഫ് എംപ്ലോയ്മെന്റ് ഓഫീസറായിട്ടും പിന്നെ PG ഓഫീസറായിട്ടും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം ഞാനും ഒരു രമേശനുണ്ട് ഓഫീസിൽ, സെൽഫ് എംപ്ലോയ്മെന്റ് വൊക്കേഷണൽ ഗൈഡൻസ് ഓഫീസറായിട്ട്. ഇതിന്റെ രമേശൻ ടോക്ക്, അതായത് മോട്ടിവേഷന്റെ ടോക്ക് ഞാനാണ്. അപ്പൊ സാറിപ്പോ പറഞ്ഞ പോലെ കുട്ടികളോട് ചോദിച്ചു എന്തെങ്കിലും നിങ്ങൾക്ക് ആവണം എന്നുള്ള ഇതുണ്ടാവുന്ന രമേശൻ ചോദിച്ചു ക്ലാസ് എടുക്കുമ്പോ VGന്റെ ക്ലാസ്സിന് മുമ്പ്. അപ്പൊ കുട്ടികൾ ആരും മറുപടി പറയുന്നത് പോട്ടെ, അതൊന്നും പറയണ്ട, നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ നിങ്ങളെ പറ്റിയിട്ട് പത്രത്തിൽ എന്താ വരിക അതൊന്ന് പറഞ്ഞേന്ന് പറഞ്ഞു. അപ്പൊ ഒരു കുട്ടി പറയാ
രോഗിയുടെ ബന്ധു ഡോക്ടറെ തല്ലിക്കൊന്നു. അപ്പോ അവനെ തല്ലിക്കൊന്നു എന്നുള്ള രീതിയിൽ, രോഗിയുടെ ബന്ധു ഡോക്ടറെ തല്ലിക്കൊന്നു എന്നുള്ള രീതിയിൽ. അപ്പോ എല്ലാരും ചിരിക്കാൻ തുടങ്ങി ക്ലാസ്സിൽ. പിന്നെ ഈ VGന്റെ ചാർട്ടും ഇതെല്ലാം കാറിൽ കൊണ്ടുപോയിട്ടുണ്ടല്ലോ സാർ, അവിടെ ഇതൊക്കെ തൂക്കിയിട്ട് പിന്നെ അത് കുട്ടികളെല്ലാം സഹായിക്കും. ഒരു പ്രാവശ്യം ഞാൻ +2ന്റെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് ഒരു ബെന്നി സാർ എറണാകുളത്ത് നിന്ന് വരുന്നു പറഞ്ഞു ക്ലാസ് എടുക്കാൻ. അപ്പൊ അവിടെ എത്തുമ്പോഴാണ് പറയുന്ന ടീച്ചർ, പ്രിൻസിപ്പാള്, അയ്യോ മേഡം ഇവിടെ മണ്ണെണ്ണ ഇല്ല, അപ്പൊ ജനറേറ്റർ പ്രവർത്തിക്കൂലെന്ന്. ഞാൻ പറഞ്ഞു, അയ്യോ നിങ്ങളോട് മുമ്പേ പറഞ്ഞല്ലേ ഇങ്ങനെ സാറ് ക്ലാസ് എടുക്കാൻ വരും, കറണ്ട് ഇല്ല, മണ്ണെണ്ണയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് ചെയ്യാൻ, ഒന്നും ചെയ്യാൻ പറ്റില്ല മാം, ഇന്ന് ക്ലാസ് അങ്ങനെ നടക്കും തോന്നില്ല. എനിക്ക് ഭയങ്കര സങ്കടമായി, അത്രയും ദൂരം നമ്മൾ പോയിട്ട്. അവസാനം ഞാൻ പോയ കാർ ഡ്രൈവറോട് പറഞ്ഞു വണ്ടി എടുക്കുന്നത്. അപ്പൊ ഒരു വീട്ടിൽ പോയിട്ട് മണ്ണെണ്ണ കിട്ടിയില്ല, പിന്നെ ഒരു റേഷൻ കടയിലുള്ള ഒരു സ്ഥലത്താണ് പോയത്. അവിടുന്ന് എനിക്ക് മണ്ണെണ്ണ കിട്ടി സാറേ. അപ്പൊ പ്രിൻസിപ്പൾ ഇത് എവിടുന്ന് പൊക്കിയെടുത്ത് കൊണ്ടുവന്നു ഇത്രയും മണ്ണെണ്ണ? അങ്ങനെ നല്ല ക്ലാസ് നടന്നു. അപ്പൊ നമ്മള് ആ ജോലി ചെയ്യുമ്പോ അതിനോടുള്ള കൂറ് പുലർത്തണം സാർ, അതാ എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഗോൾ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞല്ലോ സാറേ, അതിലെനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്, ഇപ്പൊ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടെങ്കിൽ ആൺകുട്ടികളെ പ്രൊഫഷണൽ കോഴ്സിന് എടുത്തിട്ട് പെൺകുട്ടികളെ അടുത്തുള്ള കോളേജിൽ ചേർക്കുക, ഏതെങ്കിലും ഡിഗ്രിക്ക് അങ്ങനെ. അത് കഴിഞ്ഞിട്ട് ഒരു 10-21 വയസ്സാകുമ്പോ തന്നെ ആ കുട്ടീനെ കല്യാണം കഴിച്ചു വിടുക. അങ്ങനെ കല്യാണം കഴിച്ചു വിടുമ്പോ ഈ കുട്ടിക്ക് ആഗ്രഹമുണ്ട്, ജോലി ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, അതിനൊന്നും സമ്മതിക്കൂല. ഭർത്താവിന്റെ വീട്ടിലെത്തിയ ആദ്യത്തെ കുട്ടി, രണ്ടാമത്തെ കുട്ടി. അപ്പൊ ഞാൻ ജോലി ചെയ്യുമ്പോ അധിക കുട്ടികളും വരുന്നത്, പെൺകുട്ടികൾ വരുന്നത് 35 വയസ്സ് അല്ലെങ്കിൽ അവരുടെ പ്രായപരിധി കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഞാൻ ചോദിക്കും അതിനെന്താ ചെയ്യുന്നത്? ഇനി പാർട്ട് ടൈം ജോലിക്ക് ഞങ്ങൾ എഴുതി തരാൻ പോവാണ്. അത് ഡിഗ്രിയും PGയും എല്ലാം പഠിച്ച കുട്ടികളായിരിക്കും. ഇനി നമുക്ക് പാർട്ട് ടൈം ജോലി മതിയെന്ന് എഴുതി തരാം. അങ്ങനെ ഒരു 10-48 വയസ്സാകുമ്പോ ആയിരിക്കും ആ കുട്ടിക്ക് ഒരു പാർട്ട് ടൈം ജോലി കിട്ടുക. അത് 56 വയസ്സിൽ റിട്ടയർ ആവാം, അല്ലെങ്കിൽ 70 വയസ്സ് വരെ തുടരാം. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമ്മളെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവര് ധൈര്യമായിട്ട് പറയണം, എനിക്കിപ്പോ കല്യാണം വേണ്ട, ഞാൻ കല്യാണം കഴിക്കുന്നത് ഒരു ജോലി കിട്ടിയിട്ട് മതി. അത് ആരും പറയാൻ തയ്യാറാവുന്നതിന് വീട്ടിൽ നിന്നുള്ള പ്രശ്നമാണെന്നറിയില്ല. അതുപോലെ തന്നെ ഇന്റർവ്യൂവിനെല്ലാം പോകുമ്പം ചിലപ്പം ഇന്റർവ്യൂ ചോദിക്കുമ്പോ ഒരു പ്രാവശ്യം ഇന്റർവ്യൂ ബോർഡിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പൊ ഒരു പെൺകുട്ടി ഇങ്ങനെ ചിരിക്കുക. ഞാൻ ചോദിച്ചു, മെല്ലെ സൈഡിൽ കൊണ്ടുപോയിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, മോളെ എന്തിനാ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്ന പോലെ ചിരിച്ചതിന്റെ? അപ്പൊ പറയാം, എനിക്ക് പേടിയായിട്ടാ സാറേന്ന്. അപ്പൊ ഈ കുട്ടിക്ക് ഇന്റർവ്യൂ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ചോദിച്ചതിനെല്ലാം ഇങ്ങനെ ചിരിച്ചോണ്ട് മറുപടി പറയാണ്. അതുപോലെ തന്നെ ഒരു കുട്ടീനോട്, അത് ഇതിൽ നമ്മളല്ല, ഇന്റർവ്യൂവിന് ഒരു സാറ് ചോദിക്കുകയാണ്, പിന്നെ ഒരു കാട്ടിലൂടെ കുട്ടി നടന്നു പോവാണ്, ഒരു സിംഹം വരികയാണ്, കുട്ടി എന്താ ചെയ്യാ? അപ്പൊ കുട്ടി ചിരിച്ചോണ്ട് പറഞ്ഞു, സിംഹം എല്ലാം ചെയ്യില്ലേ സാറേ, പിന്നെ ഞാനെന്ത് ചെയ്യാനാ? അപ്പൊ അങ്ങനെ രസകരമായിട്ട് ജീവിതത്തിൽ ഉത്തരം പറയുന്ന കുട്ടികളും ഉണ്ട്, അത്രയും കഴിവുള്ള കുട്ടികളും ഉണ്ട് ഈ കാലത്ത്. അതുപോലെ തന്നെ ദാമ്പത്യത്തിന്റെ കാര്യം പറഞ്ഞു സാറ്, നിർത്താൻ പോവാണ് സാറ്. ദാമ്പത്യത്തിന്റെ കാര്യം പറഞ്ഞു. നമ്മുടെ കല്യാണം കഴിഞ്ഞാല് നമ്മള് നല്ല പൊരുത്തത്തോടു കൂടിയിട്ട് ജീവിക്കണം എന്നുള്ള ഒരു മാനസികാവസ്ഥ രണ്ടുപേരിലും ഉണ്ടെങ്കിൽ ഈ ദാമ്പത്യം നല്ല രീതിയിൽ കടന്നു പോകുള്ളൂ. അതെല്ലാറ്റിലും വിട്ടുവീഴ്ച മനോഭാവം എല്ലാം വേണം, എന്നാലേ അത് നടക്കുള്ളൂ. താങ്ക് യു സാർ, നല്ല ക്ലാസ് ആയിരുന്നു സാറേ. അതാണ് ഇമോഷണൽ മാനേജ്മെന്റ് അല്ലേ, ഇമോഷണൽ മാനേജ്മെന്റ്. ഇപ്പൊ പ്രധാനമായിട്ടും ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സ് എന്റെ മനസ്സിൽ തോന്നിയത്, ഇന്നൊക്കെ ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ഒരു ഏരിയയാണ് മൈൻഡ് പവർ. മൈൻഡ് പവർ എന്ന് പറയുന്നത് എന്താണെന്ന്, നമ്മുടെ മനസ്സിനുള്ള ശക്തി ഉണ്ടെന്നൊക്കെ സത്യത്തിൽ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കാം. ഡിസിഷൻ മേക്കിംഗ്, അതുപോലെ തന്നെ തിങ്കിങ്, പല ഇതുണ്ട്, ക്രിയേറ്റീവ്, അങ്ങനെ ഈ ലൈഫ് സ്കില്ലിൽ വരുന്നതെല്ലാം. പിന്നെ മറ്റൊരു ഏരിയ ആണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ വിഷ്വലൈസേഷൻ. അവന്റെ ലക്ഷ്യത്തെ, ഇപ്പൊ സാറ് പറഞ്ഞല്ലോ, ഗോൾ സെറ്റിങ്ങിലെ ലക്ഷ്യത്തെ ടാർഗറ്റ് ചെയ്തിട്ട് വിഷ്വലൈസ് ചെയ്ത് അതിലേക്ക് എത്തിക്കാനുള്ള ടൂളുകളൊക്കെ, ഇതൊന്നും ഇന്ന് നമ്മുടെ ഈ പറയുന്ന സ്കൂളുകളിൽ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം ഒരു സ്കൂളുകാരെ പറഞ്ഞ് ഗോൾ സെറ്റിങ്ങിന്റെ ഒരു വീഡിയോ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്ത്, എനിക്ക് തോന്നുന്നു ഇന്ന് അത് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചേഞ്ചസ് ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പൊ ജെയിംസ് സാറ് പറഞ്ഞതുപോലെ സ്കൂളിൽ നിന്ന് കിട്ടാത്തതെല്ലാം ഇന്ന് പതുക്കെ പതുക്കെ കൊടുക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു അവസാനം പറയാനിരിക്കുന്നത്. ജെയിംസ് സാറെ കൺക്ലൂഡ് ചെയ്തോ? ഇല്ല സാർ, ഇത് പ്രധാനമായിട്ടും ഇപ്പൊ എന്റെ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞ ഇതാണ്. ഞാൻ ആദ്യം അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഇരയിട്ട് കൊടുക്കുക, പിന്നീട് അതിനോട് ആഡ് എസ്കെലിറ്റൺ ഇട്ട് കൊടുക്കുക, പിന്നെ ഫ്ലഷും ബ്ലഡും എപ്പോഴും പാർട്ടിസിപ്പൻസ് തരിക എന്നുള്ളതായിരുന്നു. പക്ഷെ ഇത് വളരെ മനോഹരമായിട്ട് എല്ലാവരും ആഡ് ചെയ്തു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ടീം വർക്ക് നടന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരു ട്രെയിനർ
എന്നുള്ള നിലയിൽ നമ്മൾ എപ്പോഴും ഫ്രൂട്ട്ഫുൾ ആയിട്ട് നമുക്ക് പ്രവർത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പാർട്ടിസിപ്പൻസ് എത്രമാത്രം നമ്മളോട് കോപ്പറേറ്റ് ചെയ്യുന്നു, അവരെ എത്രമാത്രം ഇന്ററാക്ഷൻ പ്രേരിപ്പിക്കുന്നു, അവർ ഇന്ററാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തെ ക്ലാസ് വളരെയേറെ ചരിതാർത്ഥ്യജനകമായ ഒരു അനുഭവമായിട്ട് എനിക്കും മാറി, നിങ്ങൾക്കും അങ്ങനെയാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. താങ്ക് യു. മറ്റൊരു ദിവസം നമുക്ക് കാണാം. തീർച്ചയായും. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. വളരെ സന്തോഷം. നാളെ നമുക്ക് സ്റ്റോറി തെറാപ്പിയുടെ ദിവസമാണ്. കഥയിലുമുണ്ട് കാര്യം. നാളെ നമുക്ക് കഥകൾ കേൾക്കാം. ഓക്കെ, സി യു. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗോകുമാർ സാർ, എന്നാണ് വിശേഷം? സാർ അൺമ്യൂട്ട് കേൾക്കുന്നില്ല. ചൂടാണ് എല്ലായിടത്തെയും വിശേഷം.